അപ്പോൾ നമുക്ക് ഫാരഡേസ് ലോ നോക്കാം. ദാറ്റ് ഈസ് ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ നോക്കാം. ഇപ്പോൾ ഫാരഡേസ് ലോ പറയുന്നത് ദാറ്റ് ഈസ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം കിട്ടുന്നു, എമൗണ്ട് ആണ് പറയുന്നത്. ഓക്കെ, ഡയറക്ഷൻ പറയുന്നില്ല. ഡയറക്ഷൻ പറഞ്ഞ ലെൻസസ് ലോ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കുക. Whenever the magnetic flux linked with a closed circuit changes, an EMF is induced in the circuit. Okay, the induced EMF lasts as long as the change in flux lasts. അപ്പോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഒരു സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എത്രത്തോളം ടൈംസ് ചേഞ്ച് ചെയ്യുന്നു അത്രയും സമയത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കിട്ടത്തുള്ളൂ. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF വേണമെങ്കിൽ എന്ത് ചെയ്യണം, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കി രണ്ട് എക്സ്പെരിമെന്റ് നമുക്ക് ക്ലിയർ ആണ്. കാരണം ഒരു കേസിൽ ഞാൻ അവിടെ പറഞ്ഞു, ആ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കോയിൽ കൂടി ആ ഒരു മാഗ്നറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്ലി പറഞ്ഞ ട്രാൻസ്ഫോമർ എഫക്റ്റിൽ അവിടെ എന്ത് ചെയ്യുവാണ്, ട്രാൻസ്ഫോമർ എഫക്റ്റിൽ നമ്മൾ ആ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഗാൽവനോമീറ്റർ റിഫ്ലക്ഷൻ കാണിച്ചത്. കാരണം എന്താണ്, അവിടെ ആ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ആവുന്നത് അല്ലെങ്കിൽ വേരിയും ചെയ്യുന്നത്. നമ്മൾ ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല, നമുക്കവിടെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ അത് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നു, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഫാരഡേസിന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. That is എന്താണ്, whenever the magnetic flux linked with a closed circuit changes and EMF is induced in the circuit. Okay, the induced EMF lasts as long as the change in flux lasts. അപ്പോൾ എത്രത്തോളം ടൈംസ് ആ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആ ഒരു സർക്യൂട്ടിലുണ്ടോ അത്രയും ടൈംസ് നമുക്ക് എന്ത് കിട്ടും, ഇൻഡ്യൂസ്ഡ് EMF കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് the magnitude of the induced EMF is directly proportional to the rate of change of flux or rate of the flux cutting. അപ്പൊ അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞല്ലോ, ഫസ്റ്റ് പോയിന്റ് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറയുന്നതാണ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ്. മാഗ്നിറ്റ്യൂഡ്. അപ്പൊ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നത് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF that is E which is directly proportional to d∅dt. അതായത് ഫോർ എക്സാമ്പിൾ ആ ഒരു ഫിഗറിൽ നമ്മളിപ്പോൾ കോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മൾ ഒരു ഇതും വെച്ചിട്ടുണ്ട്, എന്താണ്, ആ ഒരു മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്. ഇതില് ഈ ഫ്ലക്സ് പെർ ടൈം എത്രത്തോളം ടൈംസ് കട്ട് ചെയ്യുന്നു, അതായത് ഞാൻ ഇതിന്റെ മോഷൻ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അത്രയും EMF ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതൊരു എക്സാമ്പിൾ അറിയാണ്ട് ഈ DC മോട്ടർ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് DC മോട്ടറിൽ ഇപ്പോൾ DC മോട്ടർ ആണെങ്കിൽ DC മോട്ടർ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എക്സ്പെരിമെന്റ് ആയിട്ട്. ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ലീഡ് കാണുമല്ലോ, ഈ ലീഡിൽ നമ്മൾ LED ബൾബ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. LED ബൾബ് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ ഷാഫ്റ്റ് പിടിച്ച് പതുക്കെ ഒന്ന് കറക്കി നോക്കുക. നമ്മൾ ചെറുതായിട്ട് കറക്കിയാൽ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സ്പീഡിൽ ഒന്ന് കറക്കി കഴിഞ്ഞാൽ, അതായത് സ്പീഡ് കറക്കുക മീൻസ് എന്താണ്, ഫ്ലക്സ് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക, അതാണ് സ്പീഡ് കറക്കാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ കറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിനകത്തുള്ള ഫ്ലക്സ് കട്ടാവും. അപ്പൊ ആ ഫ്ലക്സ് കട്ടാവും, ഈ LED ലൈറ്റ് അല്ലെങ്കിൽ ആ ഇന്റൻസിറ്റി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ കൂട്ടാൻ പറ്റും. അപ്പൊ ആ ഒരു മീനിങ് എന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ടൈംസ് ഈ ഫ്ലക്സ് കട്ടാവുന്നു അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EMFന്റെ വാല്യൂ നമുക്കിവിടെ കൂട്ടാൻ പറ്റും. അപ്പോൾ ഫ്ലക്സ് കട്ടിങ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച എക്സ്പെരിമെന്റ് വൈസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ കോയിൽ കൂടിയുള്ള ആ ഒരു ഇതിന്റെ മോഷൻ, ഇതാണ് കോയിൽ. അപ്പോൾ കോയിൽ കൂടിയുള്ള ഇതിന്റെ മോഷൻ ഉണ്ടല്ലോ, ഈ ഒരു ബാർ മാഗ്നറ്റിന്റെ, അതെന്ത് ചെയ്യണം, സ്പീഡ് കൂട്ടുക. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് ചെറിയൊരു ഡിപ്രഷൻ കാണിക്കും, കുറച്ചുകൂടി ഇങ്ങനെ സ്പീഡ് കൂട്ടി 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 പെർ ടൈമിൽ ഇതിന്റെ ഓസിലേഷൻസ് ഇങ്ങനെ കൂട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, അത്രത്തോളം EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. സെക്കൻഡ്ലി പറയുന്നത് the magnitude of the induced EMF is directly proportional to the rate of change of flux linkage or the rate of flux cutting. That is E is directly proportional to d∅dt. അപ്പൊ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം, that is E is equal to a constant into d∅dt കൊടുക്കാൻ പറ്റും. ഓക്കെ, d∅dt. അപ്പൊ ഈ ഒരു കോൺസ്റ്റന്റ് സാധാരണ നമ്മൾ 1 ആയിട്ടായിരിക്കും എടുക്കുന്നത്, പ്രത്യേകിച്ച് ഒരു വാല്യൂ കൊടുക്കാതെ എന്ത് ചെയ്യുന്നുള്ളൂ, അത് നമ്മൾ 1 ആക്കിയായിരിക്കും അവിടെ എടുക്കുന്നത്. ദാറ്റ് ഈസ് E is equal to d∅dt എന്ന് എടുക്കാം. ഇതിപ്പോ വോൾട്ടേജ് അല്ലെങ്കിൽ EMFന്റെ ടേംസിലല്ലേ. ഇനി നമുക്ക് അവിടെ ഉണ്ടാകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഓംസ് ലോ അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് I is equal to എന്താണ്, V/R ആണെങ്കിൽ E/R ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഈ വിക്ക് പകരം നമ്മൾ ഈ അല്ലേ കൊടുത്തിട്ടുള്ളത്, അതിന്റെ വാല്യൂസ് എഴുതാം. which is equal to d∅dt into എന്ത് കിട്ടും, 1/R എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്, അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട്. വോൾട്ടേജിന്റെ വാല്യൂ d∅dt ആണ്. അപ്പോൾ 1/R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് അവിടെ അവിടുത്തെ
കറണ്ടിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഇതിന്റെ കറണ്ടിന്റെ വാല്യൂല് ഒരു നെഗറ്റീവ് സൈൻ കൂടി നമ്മൾ എന്ത് ചെയ്യും അവിടെ കൊടുക്കും. അത് കറണ്ടിന്റെ ഉണ്ട്, അതുപോലെ EMF-ന്റെ വാല്യൂ ഉണ്ട്. അപ്പൊ ഇത് പറയുന്ന ലെൻസസ് ലോയുടെ വെച്ചിട്ട് അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ആ ഒരു ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്ന് പറയുന്നത് അവിടെ ഫ്ലക്സ് കട്ട് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡയറക്ഷൻ കാണിക്കാനാണ് അവിടെ നെഗറ്റീവ് സൈൻ. അല്ല മാഗ്നിറ്റ്യൂഡിലുള്ള നെഗറ്റീവ് അല്ല, അത് നമ്മുടെ ഈ ഒരു ഫ്ലക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മൈനസ് സൈൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഫാരഡേസ് ലോയിൽ പറയുന്നത്. അപ്പൊ ഫാരഡേസിന്റെ ലോസിൽ എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് അവിടെ ഇതിന്റെ ഡയറക്ഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെ ഡയറക്ഷനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്ന എന്തിലാണ്, അത് ലെൻസസ് ലോയിലാണ്. ലെൻസസ് ലോ. അപ്പൊ ഈ ലെൻസസ് ലോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇതിൽ പറയുന്ന ഈ ഒരു ഇൻഡ്യൂസ്ഡ് EMF-ന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF-ന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അവിടെ എന്ത് കാരണമാണോ ഈ ഒരു EMF ഉണ്ടാവുന്നത് അതിന്റെ ആ ഒരു കോസിന് എന്ത് ചെയ്യണം, അത് ഒപ്പോസിറ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ആ ഡയറക്ഷൻ കിട്ടുന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, അവിടെ നമുക്കൊരു കോയിൽ ഉണ്ട്. ഈ കോയിലിൽ നമ്മൾ എന്ത് ചെയ്യണം, മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് കട്ട് ചെയ്യിപ്പിക്കുകയാണ്. ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലക്സ് കട്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഇത് നോർത്ത് പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇത് നോർത്ത് പോൾ ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിവിടെ നോർത്ത് പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഒരു കോയിൽ എന്താവും, ഇത് അതിന്റെ സൗത്ത് പോൾ ആയിരിക്കും. ഓക്കെ, ഇതൊരു സൗത്ത് പോൾ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടായിരിക്കും, ഈ ഒരു ഡയറക്ഷനിലോട്ട് കാണിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നു, നോർത്ത് പോൾ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കോയിലിന്റെ സൗത്ത് പോൾ ആയിരിക്കും ഇവിടെ എന്ന് പറയുന്നു. ഓക്കെ, കോയിലില് സൗത്ത് പോൾ, സോറി തിരിച്ചു വരുന്ന സമയം, കയറി വരുന്ന സമയത്ത് നോർത്ത് പോൾ ആയിരിക്കും കേട്ടോ, നോർത്ത് പോൾ ആയിരിക്കും. എന്നാലും ഫ്ലക്സ് കട്ട് ചെയ്ത് നമുക്കിവിടെ വേരിയേഷൻ കാണിക്കത്തുള്ളൂ, ഒപ്പോസിങ് കാണിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ കോയിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് അതിന്റെ നോർത്ത് പോൾ ആയിരിക്കും. തിരിച്ച് നമ്മളിതിനെ ലീവ് ചെയ്യുന്ന സമയത്ത്, റിലീവ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതാണ്, തിരിച്ച് നമുക്ക് തിരിച്ചു പോകുന്ന സമയത്ത് എന്താ, ഇത് അവിടുത്തെ സൗത്ത് പോൾ ആയിട്ട് മാറും. ഇവിടെ സൗത്ത് പോൾ ആയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ആ ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ എന്താവും, ഇവിടെ സൗത്ത് പോൾ ആയിരിക്കും. ആ ഒരു ടൈമിൽ ഇവിടുത്തെ ഈ ഗാൽവനോമീറ്റർ, ഇതിപ്പോൾ കോയിലാണ്, ഇവിടെ ഗാൽവനോമീറ്റർ ഉണ്ട്, ഇതിന്റെ ഡിഫ്ലക്ഷൻ എന്തായിരിക്കും, ഈ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെൻസസ് ലോ പറഞ്ഞ എന്താണ്, ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF is such that it opposes the cause producing the change of flux. അപ്പോൾ ആ ഒരു ചേഞ്ച് ഓഫ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഫോം ചെയ്യുന്ന കോസ് ചെയ്താണോ, അപ്പൊ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ ആ ഒരു ഡയറക്ഷൻ ഫോം ചെയ്യുന്നത്. ജസ്റ്റ് എന്താണ് ആ ലെൻസസ് ലോ എന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞുതരാം. ലെൻസസ് ലോ മീൻസ് എന്താണ്, ലെൻസസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ന്യൂട്ടന്റെ തേർഡ് ലോക്ക് ഇക്വലന്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ന്യൂട്ടന്റെ തേർഡ് ലോ നമ്മളിപ്പോ ഒരു ന്യൂട്ടന്റെ തേർഡ് ലോ നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് വരുന്നതാണ്, അത് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പക്ഷെ ഇലക്ട്രോ ഡൈനാമിക്സിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ന്യൂട്ടന്റെ ലോയ്ക്ക് തുല്യമായിട്ട് വരുന്ന ലോ ആണ് ലെൻസസ് ലോ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു കോയിൽ ഉണ്ട്, ഈ കോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഇങ്ങനെ ഓപ്പൺ ലൂപ്പായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. നമ്മളിപ്പോ ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നാൽ ഇവിടെ എന്ത് ചെയ്യത്തില്ല, മാഗ്നറ്റൈസേഷൻ ഒന്നും നടക്കും, മാഗ്നറ്റൈസേഷൻ നടക്കും, പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒരു എഫക്ട് ഉണ്ടാവത്തില്ല. ഇപ്പൊ നമ്മൾ കോയിലിനെ കംപ്ലീറ്റ് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു ബാർ മാഗ്നറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. നമ്മളിവിടെ ബാർ മാഗ്നറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ബാർ മാഗ്നറ്റ് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ഇലക്ട്രിക് ഫീൽഡിനെ എന്ത് ചെയ്യും, ഇതിനൊരു മാഗ്നറ്റ് ആയിട്ട് മാറ്റും. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇത് നോർത്ത് പോൾ ആയിട്ട് ഇവിടെ മാറും. ഓക്കെ, ഇത് നോർത്ത് പോൾ. അപ്പൊ നോർത്ത് പോൾ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അതായത് ഈ ഒരു മാഗ്നറ്റ് ഇങ്ങനെ അടുത്തോട്ട് വരുംതോറും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു മാഗ്നറ്റൈസേഷൻ ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഇതിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, അതാണ് അവിടെ ഈ ലെൻസസ് ലോ പറയുന്നത്. നമ്മുടെ ന്യൂട്ടൺസ് ലോ ഇതാണ് സംഭവിക്കുന്നത്. തേർഡ് ലോ, ന്യൂട്ടന്റെ തേർഡ് ലോ, അതെന്താണ് പറയുന്നത്, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ ഇതിൽ നമ്മൾ ഒരു ആക്ഷൻ കൊടുക്കുമ്പോൾ, ആക്ഷൻ എന്ന് വെച്ചാൽ ഡൗൺവേർഡ് ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, ഈ ഒരു മാഗ്നറ്റിനെ എന്ത് ചെയ്യും, കോയിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയും, ഇങ്ങനത്തെ ഡയറക്ഷനിൽ, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഗാൽവനോമീറ്റർ ഈ ഒരു സൈഡിലോട്ട് ഡിഫ്ലക്ഷൻ കാണിക്കും, ഡിഫ്ലക്ഷൻ കാണിക്കുകയും ചെയ്യും. കാണിക്കുന്ന ടൈം എന്ത് ചെയ്യുന്നു, ഇത് ഇറ്റ്സെൽഫ് ആയിട്ട് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്ത് ചെയ്യും, ഇതിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യും. ഒപ്പോസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നല്ല, എന്തായിരിക്കും, നമുക്ക് പിന്നീട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിനകത്തോട്ട് എന്ത് ചെയ്യാൻ വേണ്ടി, മാഗ്നറ്റ് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിനെ മൂവ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് നമുക്ക് എഡി കറണ്ടിന്റെ ഒരു എഫക്റ്റ് ഇവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ എഡി കറണ്ടിന്റെ കാര്യം ജസ്റ്റ് എന്താണ് പറയുന്നത്, ഈ ഒരു കോയിൽ തന്നെ ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നു, അത് അതിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുകയും ചെയ്യും. ഇൻ കേസ് നമ്മൾ ഇതിനകത്തോട്ട് എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിനെ കൊണ്ടുവരുന്ന ശേഷം തിരിച്ച് ലീവ് ചെയ്യുന്ന സമയത്ത്, തിരിച്ച് മാഗ്നറ്റിനെ ഇവിടെ കൊണ്ടുവന്ന ശേഷം എന്ത് ചെയ്യണം, മാഗ്നറ്റിനെ തിരിച്ചെടുക്കുകയാണ്. അപ്പൊ തിരിച്ചെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, തിരിച്ചെടുക്കുന്ന സമയത്ത് ഇതിപ്പോ നോർത്ത് പോൾ ആണെങ്കിലും കറക്റ്റ് ഡയറക്ഷൻ എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യും.
ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നോർത്ത് ഒപ്പോസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇത് ഒരു കറണ്ട് ലൂപ്പായിട്ട് ആക്ട് ചെയ്ത് ഇറ്റ്സെൽഫിനെ എന്ത് ചെയ്തു ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് കേസിൽ തിരിച്ച് നമ്മൾ മാഗ്നറ്റിനെ മുകളിലോട്ട് റൈസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്, കറണ്ട് ഡയറക്ഷൻ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാവും. ഇങ്ങോട്ടാണ് കറണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടായിട്ട് മാറും. കറണ്ട് ഡയറക്ഷൻ എന്ത് ചെയ്യും, ഈ ഒരു ഡയറക്ഷനിലോട്ട് മാറും. അപ്പോൾ ഗാലനോമീറ്റർ ഈ ഒരു സൈഡിലോട്ട് ഡിഫ്ലക്ഷൻ കാണിക്കും. ഡിഫ്ലക്ഷൻ കാണിച്ചിട്ട് എന്താ, ഇവിടുത്തെ ഈ ഒരു പോയിന്റ് നമുക്ക് അവിടെ സൗത്ത് പോൾ ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് ലെൻസസ് ലോ അവിടെ പറയുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. അപ്പോൾ ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താണ് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ ഫോർ ഫിംഗറും അതിന്റെ മിഡിൽ ഫിംഗറും തമ്പും ഈ ഒരു ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആ ഒരു ഡയറക്ഷൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ തമ്പ് കാണിക്കുന്ന നമ്മുടെ ഫോർ ഫിംഗർ കാണിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, അപ്പോൾ ഈ മിഡിൽ ഫിംഗർ കാണിക്കുന്ന എന്തായിരിക്കും, നമ്മുടെ കറണ്ട് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റിസൾട്ടന്റ് ആയിട്ട് വരുന്ന ഈ ഒരു തമ്പിന്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ, ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു മോഷനെ കുറിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഫിഗറിൽ കുറച്ച് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇത് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ്. അപ്പോൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഈ ഒരു ഡയറക്ഷനിൽ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റോഡ്, ഈ ഒരു കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യും, ഇത് അപ്വേർഡ് ഡയറക്ഷനിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അതാണ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് സ്ട്രെച്ച് ദ തമ്പ് ആൻഡ് ദ ഫസ്റ്റ് ടു ഫിംഗേഴ്സ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് ഇൻ എ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡിലെ തമ്പും ബാക്കി തൊട്ടടുത്തുള്ള രണ്ട് വിരലും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗർ എന്ത് ചെയ്യണം, ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഫോർ ഫിംഗർ പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഫോർ ഫിംഗർ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ കാണിക്കുന്ന ഡയറക്ഷൻ ഓഫ് ദ കറണ്ടും ആ ഒരു തമ്പ് കാണിക്കുന്ന എന്തായിരിക്കും, അതിന്റെ മോഷനും ആയിരിക്കും. അപ്പോൾ ഈ ഒരു റൂൾ വെച്ചിട്ടാണ് നമ്മുടെ മാഗ്നറ്റിക്സിൽ ഈ ഒരു AC ജനറേറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. മോട്ടറിന്റെ വർക്കിങ്ങും ഇത് തന്നെയാണ്. അപ്പോൾ മോട്ടറിന്റെ അത് നമ്മൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ഡയറക്ഷനും ഫീൽഡിന്റെ ഡയറക്ഷനും ഒക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റൊട്ടേഷൻ എന്ത് ചെയ്യാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനോ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് തന്നെ നമ്മളൊന്ന് ഫിഗർ ഒന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ വരുന്നത്, നമ്മൾ ഈ ഫിംഗർ ഒന്ന് തിരിച്ചു വെച്ച് നോക്കുക, ഡൗൺവേർഡ് ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഡൗൺവേർഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ട് പോകും. കണ്ടോ, ഈ ഒരു ഡയറക്ഷനിൽ ഇപ്പോൾ എനിക്ക് ബോർഡ് ഇവിടെ എടുക്കാൻ പറ്റില്ല, അതാണ് ഞാൻ വരയ്ക്കാത്തത്. ഓക്കെ, ഇപ്പോൾ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിന്റെ മോഷൻ ഡൗൺവേർഡ് ആവും. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഇതൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് ഡൗൺവേർഡ് ഒന്ന് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ തമ്പിന്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആയിട്ട് വരും. ഓക്കെ, ഡൗൺവേർഡ് വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമുക്ക് താഴോട്ടായിരിക്കും ഇതിന്റെ മോഷൻ വരുന്നത്. അതാണ് കാണിക്കുന്നത്. ഈ ഒരു റൂൾ വെച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. ഓക്കെ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇനി ഇതില് നോക്കേണ്ട എക്സ്പ്രഷൻ ഫോർ ദ ഇൻഡ്യൂസ്ഡ് ചാർജ് ആണ്. അതായത് നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ചാർജിന്റെ എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ ബൈ ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ അനുസരിച്ചിട്ട് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് E is equal to മൈനസ് N into d∅ by dt. ഓക്കെ, അപ്പോൾ ഇതിൽ N എന്ന് പറയുന്നത് എന്താണ്, N എന്നത് ടോട്ടൽ നമ്പർ ഓഫ് ദ ടേൺസ് ഓഫ് ദ കോയിൽ. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ അവിടെ 1 എന്ന് പറഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ അത് നമ്പർ ഓഫ് ടേൺസ് നമ്മൾ എന്ത് ചെയ്തു, 1 എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് N എന്ന് കൊടുത്തു. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് കൂടി കൊടുത്തിട്ടുണ്ട്. എത്രയാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുന്നത് വെച്ച് ചെയ്യാം, EMF കൂടും. ഓക്കെ, അതാണ് റിലേഷൻ. നമ്പർ ഓഫ് ടേൺസ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, EMF കൂടും. അപ്പോൾ അതിൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ഇസ് ഈക്വൽ ടു നമുക്ക് എന്നാണ് നമ്പർ ഓഫ് ടേൺസ്, d∅ by dt എന്ന് എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ലിങ്ക്ഡ് വിത്ത് ഇൻ ദ കോയിൽ. അപ്പോൾ ആ ഒരു കോയിൽ എത്രത്തോളം ടൈംസ് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു, റേറ്റ് ഓഫ് ചേഞ്ച് എന്നത് d∅ by dt എന്ന് പറയുന്നത്. Then let the flux the coil change from ∅1 to ∅2 in t second. Then the induced current, അപ്പോൾ അവിടെ ഒരു ഫ്ലക്സ് എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ∅1 നിന്നും ∅2 ചേഞ്ച് ചെയ്യുകയാണ്. ∅1 നിന്നും ∅2 അതായത് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ∅1 to ∅2 എന്ന് ചെയ്യുന്നതാണ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്. t സെക്കൻഡ് ∅1 നിന്നും ∅2 എന്ത് ചെയ്യണം, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും, ഇൻഡ്യൂസ്ഡ് കറണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, I ആയിരിക്കും. I ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് N/R ഇൻറ്റു d∅ by dt. ഓക്കെ, നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്തു, N/R ഇൻറ്റു d∅ by dt എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത് കറണ്ടിന്റെ ടേംസ് ആണ്. നമുക്ക് കറണ്ടിനെ ചാർജിന്റെ ടേംസിൽ എഴുതാൻ പറ്റും. അതായത് കറണ്ടിനെ നമ്മൾ കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചാർജ് കറണ്ടിനെ കുറിച്ചായിരിക്കും അവിടെ പഠിക്കുന്നത്. ദാറ്റ് ഈസ് dq by dt. dq by dt ന് ഒരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ് എന്ത്, കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിന്റെ ടേംസിൽ ഇപ്പോൾ ഞാൻ കറണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിനെ
ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചാർജ് എടുക്കണം. നമുക്ക് എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ എന്താണ് ഡെറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഡെറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പ്രഷൻ ഫോർ ദ ഇൻഡ്യൂസ്ഡ് ചാർജ് ആണ്. അപ്പോൾ നമുക്ക് ചാർജിന്റെ ഇക്വേഷൻ അവിടെ വേണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഇന്റഗ്രൽ കൊടുക്കുക, ഇവിടെ ഇന്റഗ്രൽ കൊടുക്കുക. ഈ ഒരു ഇന്റഗ്രൽ ഓഫ് ദ ഡെറിവേറ്റീവ് എന്താണ്, അത് നമുക്ക് ആ ഒരു വാല്യൂ മാത്രമായിട്ട് മാറും. ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് പ്രോസസ് ഓഫ് ഡെറിവേഷൻ അല്ലേ, വൈസ് വേഴ്സ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇന്റഗ്രേഷൻ, ഒരു ഡിഫറൻസിയേഷൻ കിടക്കുന്ന ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് ആ ഫംഗ്ഷൻ മാത്രമായിട്ട് മാറും. അപ്പൊ ഈ ഒരു RHS എനിക്ക് അവിടെ ഇന്റഗ്രേറ്റ് എടുത്തുള്ളൂ, Q മാത്രമേ വരത്തുള്ളൂ. Q is equal to ഇന്റഗ്രൽ I എന്നായിട്ട് മാറും. Q is equal to ഇന്റഗ്രൽ I വിത്ത് ദ ലിമിറ്റ് 0 to t. അപ്പോൾ 0 to t മനസ്സിലാക്കണം, കാരണം എന്താണ്, ഓവർ ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഫ്രം ദ 0 to t ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇവിടെ എന്ത് ചെയ്യാം, ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് 0 to t മൈനസ് n/r ഇൻറ്റു d5 by dt ഇൻറ്റു dt. ഇത് dt എന്താണ്, നമ്മുടെ ഇന്റഗ്രേഷന്റെ ടേം ആണ് dt എന്ന് പറയുന്നത് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിൽ തന്നെ കോൺസ്റ്റന്റ് ടേംസ് എല്ലാം പുറത്തെടുക്കുക. കോൺസ്റ്റന്റ് ടേംസ് എല്ലാം പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ n കോൺസ്റ്റന്റ് ആണ്, കാരണം നമ്പർ ഓഫ് ടേൺസ് നമ്മളല്ലേ വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാം എത്രയാണ് കോൺസ്റ്റന്റ് വാല്യൂ. കോൺസ്റ്റന്റ് വേരി ചെയ്യത്തില്ലല്ലോ, ഒരു പ്രാവശ്യം നമ്മൾ വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേരി ചെയ്യത്തില്ല. ഡിവൈഡ് ബൈ r റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ, ആ ഒരു കോയിലിന്റെ റെസിസ്റ്റൻസ് അതും എന്ത് ചെയ്യത്തില്ല, വേരി ചെയ്യത്തില്ല. ഇനി ഇവിടെ 0 to t എന്ന് നമ്മൾ ടൈം പീരീഡ് കൊടുത്തു. അപ്പോൾ 0 to t ടൈം പീരീഡിൽ അവിടെ ഫ്ലക്സിന്റെ ചേഞ്ച് ആണ് വരുന്നത്. കാരണം ഇവിടെ നമുക്ക് d5 ഒരു ടേം അല്ലേ വരുന്നുള്ളൂ. ഇതിപ്പോൾ dt by dt നമുക്ക് ക്യാൻസൽ ആയി പോകും. ടൈമിന്റെ ഡെറിവേറ്റീവിലുള്ള dt ക്യാൻസൽ ആവും. അതിനുശേഷം ഈ 0 to t ക്ക് പകരം ഞാൻ എന്ത് കൊടുത്താൽ മതി, φ1 to φ2, അതായത് ചേഞ്ച് ഇൻ ഫ്ലക്സ്. കാരണം നമ്മുടെ ഈ ഒരു ഇന്റഗ്രേഷൻ ടേം ഇപ്പോൾ d5 മാത്രമായിട്ട് മാറി. നേരത്തെ dt ടേംസിൽ കടന്നു. അപ്പോൾ dt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, മൊത്തത്തിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റി. dt ക്യാൻസൽ ആവും, ബാക്കി നമുക്ക് d5 മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 0 to t എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റിനെ ഞാൻ എന്തുകൊണ്ട് കൺവേർട്ട് ചെയ്യുവാണ്, 0 to t എന്ന് പറയുന്ന ലിമിറ്റിനെ ഞാൻ വേണ്ടി φ1 to φ2 ചേഞ്ച് ഇൻ ഫ്ലക്സിലോട്ട് മാറ്റി ഇൻറ്റു എന്ത് വരും, d5 എന്ന് വരും. അപ്പോൾ ഇന്റഗ്രൽ d5 എന്ന് വെച്ചാൽ എന്താണ്, φ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു -n/r ഇൻറ്റു എന്ത് കിട്ടാം, ദാറ്റ് ഈസ് φ എന്ന് വരും. φ വിത്തിൻ ദ ലിമിറ്റ് φ1 to φ2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുന്നത്, -n/r ഇൻറ്റു φ2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് φ1. ഈ ഒരു മൈനസ് അകത്തോട്ട് കൊടുത്ത് നോക്കുക. മൈനസ് അകത്തോട്ട് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും, ഇതൊന്ന് റിവേഴ്സ് ആവും. ദാറ്റ് ഈസ് n/r ഇൻറ്റു φ1 മൈനസ് φ2. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, ദാറ്റ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ചാർജ് which is equal to total change in flux. എന്ന് വെച്ചാൽ ടോട്ടൽ ചേഞ്ച് ഇൻ ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഓഫ് കോയിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു കോയിലിന്റെ റെസിസ്റ്റൻസ് ആണ് ഡിവൈഡ് ബൈ r എന്ന്. അപ്പോൾ n ഇൻറ്റു φ1 മൈനസ് φ2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ചേഞ്ച് ഇൻ ഫ്ലക്സ്. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് കിട്ടും. അതാണ് ടോട്ടൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്നത്, ഡിവൈഡ് ബൈ r. ഇത് ടോട്ടൽ ചേഞ്ച് ഇൻ ഫ്ലക്സും ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ, ആ കോയിലിന്റെ റെസിസ്റ്റൻസ്. അപ്പോൾ അത് നമ്മൾ ടോട്ടലി നമ്പർ ഓഫ് ടേൺസ് കൊണ്ട് മൾട്ടിപ്ലൈ, റെസിസ്റ്റൻസ് എടുക്കാൻ വേറെ മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു മീറ്റർ യൂസ് ചെയ്ത് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ടേൺസ് ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് the magnetic flux linked within a coil perpendicular to its plane and directed to is given by the relation phi is equal to 3t square 4t plus 5 meter per meter എന്നാണ് കിടക്കുന്നത്. അതായത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്, ഫൈയുടെ വാല്യൂ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതാണ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. അപ്പൊ ഇതില് ഇങ്ങനെ ഇക്വേഷൻ തന്നിരിക്കുന്നത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രത്യേകിച്ച് ഒരു ഇത് എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എന്ത് സിംപ്ലിഫൈ ചെയ്തിരിക്കുകയല്ല. കാരണം ഇക്വേഷൻ ആയിട്ട് തന്നിരുന്നാലും അതെന്താണ്, താഴെ തീരെ ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഫൈയുടെ ഡെറിവേഷൻ എടുത്ത് സോൾവ് ചെയ്യുക. നമുക്ക് ഇക്വേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, നമ്മൾ രണ്ട് സൊല്യൂഷൻ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കല്, കാരണം എന്താ, നമുക്ക് റിലേഷൻ ഉണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് റിലേഷൻ ഉണ്ട്, ഈസ് ഈക്വൽ ടു -d5/dt റിലേഷൻ ഉണ്ട്. എന്ത് ചെയ്യണം, ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. നമ്മളിത് വേവ്സിൽ S1 നിങ്ങൾ വേവ്സ് ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നതാണ്. അവിടെ നമുക്ക് ഇതുപോലത്തെ ഇക്വേഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് തന്നിരിക്കുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യും, ഡെറിവേറ്റീവ് എടുത്ത് സോൾവ് ചെയ്തിട്ടായിരിക്കും വേവിന്റെ വെലോസിറ്റിയും അതുപോലെ തന്നെ ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. എന്ത് ചെയ്യുക, ഇതുപോലത്തെ ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ റിലേഷൻ ഓർക്കുക, എന്താണ് വരുന്ന റിലേഷൻ നോക്കുക. ഇവിടെ നമുക്ക് E is equal to -d5/dt ആണ്. അത് നമ്മളിവിടെ പഠിച്ച റിലേഷൻ ആണ്. തൊട്ട് മുന്നത്തെ പേജിലുണ്ട്, പിന്നെ മുകളിലോട്ട് വരുന്ന സെക്ഷനിലുണ്ട്.
അവിടെ നമ്മൾ പഠിച്ച റിലേഷൻ ആണ്. എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, അവിടെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ 2 into 3 വരും, 6t വരും, -4 5ന്റെ നമുക്ക് കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. ബാക്കി എന്ത് വരും, ഓക്കെ, ഇത്ര ഡെറിവേറ്റീവ് വരുന്നത്, ഡെറിവേറ്റീവ് വരുന്നുണ്ട്. ദെൻ 6t + 4 into 10⁻³ വോൾട്ട് ആണ്, എനർജിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇത് മീറ്റർ അല്ല മില്ലി വെബർ ആണ്. ഓക്കെ, മീറ്റർ അല്ല മില്ലി വെബർ ആണ്, അതുകൊണ്ടാണ് 10⁻³ നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈയുടെ വാല്യൂ ആണ് വെബറിൽ കിടക്കുന്നത്, മില്ലി വെബറിൽ നമ്മൾ തന്നെ വോൾട്ടോട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ 10⁻³ കൊടുത്തു, അല്ലെങ്കിൽ മില്ലി വോൾട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അത്രയാണുള്ളത്. അതിനുശേഷം എന്ത് ചെയ്യണം, ഇൻഡ്യൂസ്ഡ് EMF അറ്റ് ടി ടൈം തന്നിട്ടുണ്ട്, 4 സെക്കൻഡിലാണ് ഇൻഡ്യൂസ്ഡ് EMF. ആ ടൈമിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട EMF എത്രയാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യുക, ആ ടിയുടെ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുകയും സിമ്പിൾ ആണ്. ഇതിൽ മാത്രം ഇനി AC കറണ്ടിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ AC കറണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, EM വേവ്സ്, ആ ചാപ്റ്ററിലും ഫസ്റ്റ് കുറച്ച് പോർഷൻ മൊത്തം നിങ്ങൾ S1 വേവ്സ്, ഇപ്പോൾ S1 ഇംപ്രൂവ്മെന്റ് ചെയ്തല്ലേ, അപ്പോൾ അതിൽ ആ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച അതേ കാര്യങ്ങൾ, ട്രാൻസ്വേഴ്സ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് എന്താണ്, ജനറൽ വേവ് ഇക്വേഷൻ എന്താണ്, ഇങ്ങനെ കുറച്ച് ഡെറിവേഷൻസ് എല്ലാം അതേ കാര്യം തന്നെയാണ് വരുന്നത്. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക്സിലോട്ട് അതിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ വരുന്ന കമ്പയർ ചെയ്ത് പഠിക്കുക, അതിൽ വന്ന പ്രോബ്ലംസും കുറച്ച് എന്ത് ചെയ്യാം, അത് ആ ഒരു രീതിക്കല്ല, അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ രീതിയിൽ എന്ത് ചെയ്യാം ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊന്ന് നോക്കുക. ഇതെന്ന് പറയുന്നത് അതേ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അവിടെ ഇതിൽ വേവ്സിന്റെ ചാപ്റ്റർ ഇതേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 = 3t² + 4 ഇങ്ങനത്തെ ഒരു ഫോമിൽ വരുന്നത്. ഡെറിവേറ്റീവ് എടുക്കുക, എന്ത് ചെയ്യുക, ടിയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ഇൻഡ്യൂസ്ഡ് EMF കിട്ടും. വോൾട്ടിലാണ് മെഷർ ചെയ്ത് എഴുതേണ്ടത്. EMF എല്ലാം വോൾട്ട് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ആണ് വെബർ അല്ലെങ്കിൽ ടെസ്ല ആയിരിക്കും. ഇതിപ്പോൾ മില്ലി വെബർ എന്നാണ്, അല്ലെങ്കിൽ മില്ലി ടെസ്ല ആ ഒരു വാല്യൂ ഇരിക്കുന്നതാണ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. A small circular coil has 50 turns and area 5 cm². It is placed between poles of a powerful magnet and then quickly withdrawn from the field. If the resistance of the coil is 1 ohm and the total charge flowing through the coil is 5 millicoulomb, find the field strength of the magnet. അപ്പോൾ നമുക്ക് ഫീൽഡ് സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫീൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് that is B is equal to ഫീൽഡ് സ്ട്രെങ്ത് B, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, അതാണ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. that is QR. അപ്പോൾ ചാർജിന്റെ ടേംസിലുള്ള റിലേഷൻ ആണ് വേണ്ടത്. that is എന്ത് കിട്ടും, QR divided by NA എന്ന് കിട്ടും. ഇതാണ് അവിടുത്തെ റിലേഷൻ, NA. ഓക്കെ, ഈ റിലേഷനിലോട്ട് കൊടുക്കുക, B is equal to QR by NA. ഇതിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 50 ടേൺസ് തന്നിട്ടുണ്ടല്ലോ, ടേൺസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് 5 ടേൺസ് എന്നാണ്, 50 ടേൺസ് ആണ്. ഏരിയ എന്ന് പറയുന്നത് 5 × 10⁻⁴ m², ആൻഡ് ഓം റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1 ഓം ആണ്. ചാർജ് 5 millicoulomb ആണ്, 10⁻³ കൂളത്തിലോട്ട് മാറ്റുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവിടെ ചാർജ് ഇൻഡ്യൂസ്ഡ് എത്രയെന്ന് നോക്കാം. ദാറ്റ് ഈസ് ചാർജ് ഇൻഡ്യൂസ്ഡ് റിലേഷൻ ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബി റിലേഷൻ എടുക്കാൻ പറ്റില്ല. ബി റിലേഷൻ നമുക്ക് കാരണം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത്, ഇപ്പോൾ ഈ സോൾവ് എക്സാമ്പിൾസിന് തൊട്ട് മുമ്പേ കിടക്കുന്ന ഇൻഡ്യൂസ്ഡ് ചാർജ്, ആ ഒരു റിലേഷൻ വെച്ചാണ് എന്ത് ചെയ്ത് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഇതിന്റെ ഫൈനൽ റിസൾട്ട് ആണ്. അപ്പോൾ എക്സാമിനേഷൻ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഫൈനൽ റിസൾട്ട് അവിടെ ഓർത്ത് വെച്ചിരിക്കുക. ബി ഈസ് ഈക്വൽ, അല്ലെങ്കിൽ ഇവിടെ 5(1 - 5(2) എന്നുള്ളതാണ്, അതൊന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഓർത്ത് വെച്ചിട്ട് ഈ ഒരു റിലേഷൻ ചെയ്താലും മതി. ഇല്ലെങ്കിൽ എന്ത് എഴുതി കണ്ടുപിടിക്കുക. ഇൻഡ്യൂസ്ഡ് ചാർജിന്റെ ഇക്വേഷൻ Q is equal to -N/R into 5(2 - 5(1) ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് 5(2 - 5(1) എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്, ഇവിടെ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ പോൾസ് ഓഫ് എ പവർഫുൾ മാഗ്നറ്റ് ദെൻ ക്വിക്ലി വിത്ഡ്രോൺ ഫ്രം ദ ഫീൽഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ആ ഫീൽഡിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ ഫീൽഡിൽ വേരിയേഷൻ ചെയ്യുന്ന ടൈം എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5(2)ന്റെ വാല്യൂ എന്തായിരിക്കും, അവിടെ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന സമയത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ B × A ആണ്, അല്ലെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ഓഫ് ദ ഒരു സർക്കുലർ കോയിൽ. ഓക്കെ, നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് B × A എന്ന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് വയ്ക്കുന്നു, എന്ത് ചെയ്യുന്നു, അതിനെ റിലീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ 5(2)ന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, 0 ആയിട്ട് പോകും. അപ്പോൾ which is equal to N × AB - R എന്ന് വരും. മൈനസ് മൈനസ് ക്യാൻസൽ ആവും, ബാക്കി എന്തുണ്ട്, അതിൽ നമുക്ക് ബിയുടെ വാല്യൂ സോൾവ് ചെയ്തെടുക്കാം. B is equal to QR by NA ആണ്. 5 × 10⁻³ into 1 by 50 × 5 × 10⁻⁴ 0.2 ടെസ്ല എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മളിപ്പോൾ പഠിച്ച ഇൻഡ്യൂസ്ഡ് ചാർജുമായി ബന്ധപ്പെട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ കോയിൽ ഹാസ് an ഏരിയ ഓഫ് 10 cm² ആൻഡ് ഹാസ് എ 100 ടേൺസ്. അപ്പോൾ ഏരിയ, കോയിലിന്റെ ഏരിയ 10 cm² 100 ടേൺസും ഉണ്ട്. ഇറ്റ് ഈസ് held perpendicular to a field of 0.5 Tesla. The coil is turned to 180 degree in 0.1 second. Find the average EMF induced in the circuit.
അപ്പോൾ നമുക്ക് ആവറേജ് ഇൻഡ്യൂസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ടൈം പെർ ടൈം ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു ടൈം വെച്ചിട്ടുള്ളതാണ് നമുക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇനിഷ്യൽ ഫ്ലക്സ് എങ്ങനെ എടുക്കാം? φ1 എന്ന് പറയുന്നത് കോയിലെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ളതാണ് ഇനിഷ്യൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റൊട്ടേഷൻ കഴിഞ്ഞുള്ളതാണ് 180 ഡിഗ്രി, അതായത് ഫൈനൽ ഫ്ലക്സ് ആണ്. അപ്പോൾ ഇനിഷ്യൽ ഫ്ലക്സ് NAB cos θ ആണ് എടുക്കുക. ഓക്കെ, NAB cos θ. അപ്പോൾ cos θ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഫസ്റ്റ് cos 0 വരും, കാരണം ടേണിംഗ് ഇല്ല. നോർമലി ഇരിക്കുന്ന സമയത്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യും, ആ യൂണിഫോം ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കോസിന്റെ വാല്യൂ cos 0 വരും. cos 0 1 ആണ്, അപ്പോൾ NAB എന്ന് കിട്ടും. സെക്കൻഡ്ലി എന്ത് ചെയ്യുവാണ്? സെക്കൻഡ്ലി നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, 180 ഡിഗ്രി അത് ടേൺ ചെയ്തു. ഓക്കെ, 180 ഡിഗ്രി നമ്മൾ അവിടെ ടേൺ ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് NBA എന്നായിരിക്കും. ഓക്കെ, മൈനസ് NBA, കാരണം cos 180 മൈനസ് 1 ആണ്. അപ്പോൾ ഇതൊക്കെ ഇതേ മെത്തേഡിൽ തന്നെ ചോദിക്കാം. എക്സാമിനേഷൻ ചോദിക്കുമെങ്കിൽ ടൈപ്പ് ചോദിക്കാം. പക്ഷേ ഇതൊന്നും അത്രയും ഇമ്പോർട്ടൻറ്റ് ചോദിക്കും എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുക, ഉണ്ടെങ്കിൽ പഠിച്ചിട്ടുള്ളൂ, കാരണം ഈസിയാണ്. കാരണം ചേഞ്ചിങ് ഫ്ലക്സ് φ2 മൈനസ് φ1 ആണ്. അപ്പോൾ അത് φ2 മൈനസ് ഉണ്ട്, മൈനസ് NAB കിട്ടും, മൈനസ് 2 NAB തന്നെ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് EMF പെർ ടൈം 0.1 സെക്കൻഡിലാണ് കണ്ടുപിടിക്കേണ്ടത്. 2 NAB ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. ഓക്കെ, ബാക്കിയുള്ള വാല്യൂസ് ഉണ്ടല്ലോ, ഡയറക്റ്റ് കൊടുക്കുക. ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താണ്? 1 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഇൻഡ്യൂസ്ഡ് EMF ആയിട്ട് വരുന്നത്, ഇൻഡ്യൂസ്ഡ് ചാർജുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫൈയുടെ വാല്യൂസ് എടുക്കുമ്പോൾ ടേണിംഗ് ഉള്ള കാര്യമാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. അവിടെ ടേണിംഗ് ഇപ്പോൾ 180 ഡിഗ്രി അല്ല 270 ആണെങ്കിൽ എന്ത് ചെയ്യുക, cos 270 കൊടുക്കുക, 90 ആണെങ്കിൽ 90 കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, 90 നമുക്ക് cos 90 0 ആയിട്ട് പോകും. അവിടെ നമുക്ക് ഫ്ലക്സ് ചേഞ്ച് കാണത്തില്ല, ഇതിന്റെ വാല്യൂ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ആണ് ഫ്ലക്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കുക, എക്സ്പ്രഷൻ ഫോർ ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ ലോറൻസ് യൂസിങ് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ലോറൻസ് ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. എത്രത്തോളം EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യും നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഒരു മാഗ്നറ്റിക് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുകയാണ്. കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഡോട്ട് ഇട്ട് മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ബ്ലോക്ക്, ഒരു ലെങ്ത് ഉള്ള കണ്ടക്ടർ, സ്ട്രേറ്റ് കണ്ടക്ടർ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യും. ഇതിപ്പോൾ ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ ആണ്, ഇത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സ്ട്രേറ്റ് കണ്ടക്ടർ ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ the force acting on the charged particle Q moving in the uniform magnetic field. നമ്മൾ കഴിഞ്ഞ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ചാപ്റ്ററിൽ അവിടെ ലോറൻസ് ഫോഴ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, ദാറ്റ് ഈസ് F is equal to QVB sin theta. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിരുന്നു, QVB sin theta, QVB അല്ലെങ്കിൽ Q into V cross B എന്ന് പറഞ്ഞ് നമ്മളോട് പഠിച്ചിരുന്നു. ഇതാണ് ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ വെലോസിറ്റി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എടുക്കാം? ഇപ്പോൾ വെലോസിറ്റി ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്ത് ചെയ്യാം, F is equal to QVB sin 90 ആവും. അപ്പോൾ മാക്സിമം വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ അല്ലേ ഇത് രണ്ടും. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ബിയും ഇതെന്താണ്, വെലോസിറ്റിയുമാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും, ഇറ്റ് ഈസ് ഈക്വൽ ടു QVB sin 90 വരും. sin 90 അത് നമുക്ക് എന്ത് കിട്ടും, QVB മാക്സിമം വാല്യൂ ഇവിടെ കിട്ടും, ഫോഴ്സ്. ഇതിപ്പോൾ പെർപെൻഡിക്കുലർ കണ്ടീഷനിലാണെങ്കിൽ കൺസിഡർ സ്ട്രേറ്റ് കണ്ടക്ടർ PQ ഓഫ് ലെങ്ത് മൂവിംഗ് പെർപെൻഡിക്കുലർ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ബി എന്ത് ചെയ്തു, പ്ലെയിൻ ഓഫ് ദ വേവ് ഡയറക്റ്റ് ചെയ്താൽ നമ്മളിപ്പോൾ ഈ ഒരു എക്സ് കൊണ്ട് കാണിക്കുന്നത് QVB കിട്ടും. ടുവേഴ്സ് എൻ്റെ Q ഡൗൺവേർഡ് ആണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അതിൽ തന്നെ that is the charge separation take until the magnetic force QVB is balanced by the electric field QE. അപ്പോൾ ഇത് ഡൗൺവേർഡ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇതിലൊരു മാഗ്നറ്റിക് ഫീൽഡിന് പുറമെ അവിടെ എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, അവിടെ എന്തുണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇത് മൂവ്മെന്റ് നടത്തുന്ന സമയത്ത്, ഇത് ഡൗൺവേർഡിലോട്ട് ഒരു മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡും അവിടെ ഉണ്ട്. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു, ചാർജിനാണ്, Q എന്ന് പറയുന്ന ചാർജാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്, അല്ല കോയിലൊന്നും അല്ല. Q എന്ന് പറയുന്ന ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ പോകുമ്പോഴുള്ള കേസാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ QVB എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും ഫോഴ്സും അതുപോലെ തന്നെ ഈ QE എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡും എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യും. അപ്പോൾ ഈ Q യും Q എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് E is equal to VB എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, E is equal to VB. ഇവിടെ V എന്ന് എന്താണ്, V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. ഈ ഒരു കണ്ടക്ടറിന്റെ എൻഡ്സിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത്, V എന്ന് പറയുന്നത്. അപ്പോൾ E is equal to എന്ന് എടുക്കാം, E is equal to V by D. Okay, V by D എന്ന് എടുക്കാൻ പറ്റും. Then it is equal to V by L. L എന്ന് വെച്ചാൽ അവിടെ എന്താണ്, D എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, V by L. L എന്താണ്, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ഈ ഒരു കണ്ടക്ടറിന്റെ ലെങ്ത്. ഈ കണ്ടക്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ചാർജ് കൊടുത്തിട്ടുള്ളത്. കണ്ടക്ടറിൽ ചാർജ് ഉണ്ട്, ഇവിടെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരെ, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആണ് Q എന്ന് പറയുന്ന ചാർജ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഒറ്റ കണ്ടക്ടറേ ഉള്ളൂ, സ്ട്രേറ്റ് കണ്ടക്ടർ മാത്രം. അപ്പോൾ അത് എൽ വരും, ദറ്റ് ഈസ് ബി ബൈ എൽ എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാലോ, ഈ ഒരു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇവിടുത്തെ വിയിലെ ഒരു ക്യാപിറ്റൽ വി സ്മോൾ വി ഉണ്ട്, ഇവിടെ ഈ വി ബൈ എൽ എന്ന് വെച്ചാൽ ഇത് വോൾട്ട് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഈ സ്മോൾ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് ആണ്. ഓക്കെ, സ്മോൾ വി എന്ന് പറയുന്നത്. സ്മോൾ വി ഇത് ആ ഒരു ചാർജിന്റെ കേസിൽ വരുമല്ലോ, സോറി വെലോസിറ്റി, ഇതിന്റെ വെലോസിറ്റി, ഈ മൂവ്മെന്റ്, ഈ ഒരു ചാർജിന്റെ മൂവ്മെന്റ് കാരണം കിട്ടുന്ന വെലോസിറ്റി. ഓക്കെ, ആ വെലോസിറ്റിന് വി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു മിസ്റ്റേക്ക് പറ്റിയാണ്. നോക്കുക, ഇതെന്ന് വെച്ചാൽ എന്താണ്, വെലോസിറ്റി ആണ്. ഇതാണ് ഇവിടെ ഇതിന് എന്ത് വരുന്നത്, ആ ഒരു വെക്ടർ നൊട്ടേഷൻ വരുന്നത്, യു വി ബി സൈൻ തീറ്റ. ഇത് വെലോസിറ്റി ആണ് കേട്ടോ, ഇത് ഇത് വെലോസിറ്റി ആണ്. ഇത് വി ബൈ എൽ വരും. അപ്പൊ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ക്യാപിറ്റൽ വി ബൈ എൽ ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് വി ബി എന്ന് കിട്ടും. ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ പൊട്ടൻഷ്യൽ ഓൺ ദ കണ്ടക്ടർ വിച്ച് ഇസ് ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു സ്മോൾ ബി വെക്ടർ ബി എൽ എന്ന് കിട്ടും. ഓക്കെ, ബി എൽ ബി എന്ന് കിട്ടും. ഇതാണ് അവിടെ കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ടർ കാരണം, ആ ഒരു ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു കണ്ടക്ടർ കാരണം എക്സ്പ്രഷൻ ഫോർ ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് യൂസിങ് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ലോറൻസ് ഫോഴ്സ് ഇക്വേഷനകത്ത് വരുന്ന അത് ബി എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ആണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, വെലോസിറ്റി ഇൻറ്റു ചാർജ്, ബി എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. അതൊരു മൂവ്മെന്റ് കാരണം എന്ത് ചെയ്യുന്നു, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ തൊട്ട് മുന്നേക്ക് പഠിച്ചുകൊണ്ടിരുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്, അതെല്ലാം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ചാർജ് വെച്ചിട്ടുള്ള കേസ്, നേരത്തെ നമ്മൾ ക്യൂ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ എന്ത് ക്യൂ എന്ന് പറഞ്ഞ ടേം അവിടെ ഇൻഡ്യൂസ് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്ത് അത് സോൾവ് ചെയ്ത് എടുത്തത്. ഇത് വെച്ചിട്ടും പ്രോബ്ലംസ് ചോദിക്കാം. അതിന്റെ പ്രോബ്ലംസ് വന്നിട്ട് ഞാൻ നെക്സ്റ്റ് ദിവസം പറയാം, ഇപ്പോൾ ഫോട്ടോ എടുത്തതിന്റെ ഇല്ല, ജസ്റ്റ് നെക്സ്റ്റ് ദിവസം അതിന്റെ പ്രോബ്ലംസ് പറഞ്ഞുതരാം. ഇനി നെക്സ്റ്റ് ഇത് നോക്കുക, ഫാരഡേസ് ലോ ഇൻ ഡിഫറൻഷ്യൽ ഫോം. അപ്പോൾ നമ്മൾ സാധാരണ ഫാരഡേസ് ലോ നമ്മൾ ഡിഫറൻഷ്യൽ ഫോമിലുണ്ട്, നമുക്ക് ഇന്റഗ്രൽ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ഫാരഡേസ് ലോ ഇൻ ഡിഫറൻഷ്യൽ ഫോം ആണ്. ഫാരഡേ ലോ പറയുന്നത് എന്താണ്, ഫാരഡേസ് ലോ പറയുന്നത് ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും, തിരിച്ചുകൊണ്ട്. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വൈസ് വേഴ്സ പറയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതിൽ കുറച്ച് ഡീവിയേഷൻസ് ഉണ്ട്, കാരണം കറക്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല. ഇനി അടുത്ത മാക്സ്വെൽസ് ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് കുറച്ച് ക്ലിയർ ആവും എന്താണ് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഫാരഡേസ് ലോ നോക്കുക, ഫാരഡേസ് ലോയിൽ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് എ ഇലക്ട്രിക് ഫീൽഡ്. ദെൻ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, നമ്മൾ എപ്സിലോൺ എന്ന് യൂസ് ചെയ്ത് ഇവിടെ റെപ്രസെന്റ് ഇ എം എഫ് ആണ്. ഓക്കെ, പെർമിറ്റിവിറ്റി അല്ല, ഇവിടെ ഇ എം എഫ് ആണ് എപ്സിലോൺ എന്ന് പറയുന്നത്. എപ്സിലോൺ ഇസ് ഈക്വൽ ടു ഓവർ ദ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. ഓക്കെ, ഇ ഡോട്ട് ഡി എൽ എന്ന ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഡി ഫൈവ് ബൈ മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫ് എന്ന് പറയുന്നതാണ് ഫാരഡേസ് ലോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫ് എന്താണ്, ഇ എം എഫ് എന്ന് പറയുന്നത് അവിടുത്തെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബൈ ബൈ ഡി ടി, ഡി ഫൈവ് ബൈ ഡി ടി. ദ ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം പ്രൊഡ്യൂസ് എൻ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ ഇതില് ഈ മൈനസ് ഡി ഫൈവ് ബൈ ഡി ടിക്ക് പകരം ആ ഡി ഫൈവ് ബൈ ഡി ടിക്ക് നമുക്ക് എങ്ങനെ എഴുതാം, ഡി ഫൈവ് ബൈ ഡി ടിക്ക് പകരം നമുക്ക് റിലേഷൻ ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ഓവർ ദ ഇന്റഗ്രൽ ഡോ ബി ബൈ ഡോ ടി, ഡോ ബി ബൈ ഡോ ടി ഡോട്ട് ഡി. ഓക്കെ, ഈ ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ ഇതില് എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് ഫാരഡേസ് ലോ, ഇതാണ് എന്ത് പറയുന്നത്, ഫാരഡേസ് ലോ ഇൻ ദ ഇന്റഗ്രൽ ഫോം എന്ന് പറയുന്നത്. കംപ്ലീറ്റ് നമ്മൾ ഇന്റഗ്രേഷന്റെ ഫോമിലോട്ട് മാറ്റി. സോ ദിസ് ഇക്വേഷൻ റെപ്രസെന്റ് ദ ഫാരഡേസ് ലോ ഇൻ ഇന്റഗ്രൽ ഫോം. ഇനി നമുക്ക് ഇതിനകത്തോട് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽ ക്രോസ് ബിയുടെ വാല്യൂ ഇവിടെ കിട്ടും. ഡെൽ ക്രോസ് ബി എന്താണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അപ്പൊ ഇതിലൊന്ന് സ്റ്റോക്സ് തിയറം കൊടുക്കുക. സ്റ്റോക്സ് തിയറം എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ നമ്മൾ ഇതിനെ ഡെൽ ഈ ഡോട്ട് പ്രോഡക്റ്റ് എന്ത് ചെയ്യും, ഇവിടെ ഒരു ക്രോസ് ഡെൽ ക്രോസ് ഇ എന്ന് എടുക്കും. ദാറ്റ് ഈസ് ഓവർ ദ ഇന്റഗ്രൽ del cross E into dA dot dA which is equal to എന്ത് കിട്ടും, മൈനസ്, അതായത് ഇവിടുത്തെ ലൈൻ ഇന്റഗ്രലിനെ നമ്മൾ എന്ത് ഏരിയ ഇന്റഗ്രലോട്ട് മാറ്റി. അതാണ് സ്റ്റോക്സ് തിയറം ചെയ്യുന്നത്. സർഫസ് ഇന്റഗ്രൽ ആണെങ്കിൽ വോളിയം ഇന്റഗ്രലോട്ട് മാറ്റും, ലൈൻ ഇന്റഗ്രൽ ആണെങ്കിൽ അതിനെ ഏരിയ ഇന്റഗ്രലോട്ട് എന്ത് ചെയ്യും, മാറ്റും. അതാണ് കൺവേർഷൻ എന്ന് പറയുന്നത്, സ്റ്റോക്സ് തിയറി യൂസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ എന്താണ്, ഏരിയ എലമെന്റ് ആണ്. അപ്പൊ ഇതിനെ കൂടി ഞാൻ എന്ത് ചെയ്തു, ഏരിയ എലമെന്റിലോട്ട് കൺവേർട്ട് ചെയ്തു. അതാണ് ഇവിടെ ചെയ്തത്. മൈനസ് ഡോ ബി ബൈ ഡോ ടി ഇൻറ്റു എന്ന് കിട്ടും ഡി എന്ന് കിട്ടും. അപ്പൊ ഇതില് ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ രണ്ടിന്റെയും ഇന്റഗ്രേഷൻ ടേം എന്താണ്, ഡി എ ആണ്. ഓക്കെ, രണ്ടിന്റെയും ടേം വെച്ചാൽ ഡി എ ആണ്. അപ്പോൾ രണ്ടും ഡി എ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇന്റഗ്രാൻഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടേ പറഞ്ഞ കേസ് ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രാൻഡ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് അവിടെ നമുക്ക് എന്ത് എഴുതാം, ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു
മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഓക്കെ, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യണം അവിടെ നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇന്റഗ്രൽ ഫോം. അപ്പൊ ഇന്റഗ്രൽ ഫോം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡോ ബി ബൈ ഡോ ടി. ഇത് ഇന്റഗ്രൽ ഫോം. ഇതെന്താണ്? ഇത് ഡിഫറൻഷ്യൽ ഫോം ആയിരിക്കും. ഓക്കെ, ഡിഫറൻഷ്യൽ ഫോം. ഇത്രയും വേരിയേഷൻ ഉള്ളൂ, ഇന്റഗ്രൽ ഫോം, ഡിഫറൻഷ്യൽ ഫോം. അതിൽ തന്നെ രണ്ടിന്റെ മീനിങ് ഒന്നാണ്. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇതിന്റെ പ്രൂഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെടുക്കാം? ഇവിടെ ഈ ബിയുടെ വാല്യൂ 0 ആണെങ്കിൽ, അതായത് സീറോയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ബിയുടെ വാല്യൂ 0 മീൻസ് എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഇല്ല. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തില്ല. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യത്തില്ല? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ബിയുടെ വാല്യൂ 0 എന്നല്ല, ബിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, ബി ഒരു കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്തായിട്ട് കിട്ടും? കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് കിട്ടും. ഓക്കെ, ഒന്നിൽ മാഗ്നറ്റിക് ഫീൽഡ് ആബ്സെന്റ് ആകുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ബിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആവുക. അപ്പോൾ ബി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ഡോ ബൈ ഡി ടി ഓഫ് കോൺസ്റ്റന്റ് വിച്ച് ഈസ് ഈക്വൽ ടു 0. അവിടെ എന്ത് ചെയ്യത്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യത്തില്ല. ഓക്കെ, ഇതാണ് ഫാരഡേസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഫാരഡേസ് ലോ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്തു? അതിന്റെ ഡിഫറൻഷ്യൽ ഫോമും അതുപോലെ തന്നെ ഇന്റഗ്രൽ ഫോമും നമ്മൾ എന്ത് ചെയ്തു? റെപ്രസെന്റ് ചെയ്തു. ഇത് നമുക്ക് ഇനി അടുത്ത് ഈ ഒരു മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന സമയത്ത് ഫാരഡേസ് ലോ അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇപ്പൊ ഇവിടെ രണ്ട് കേസും പറയുന്നത്. ഓക്കെ, നോക്കുക. ഇനി അടുത്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. എങ്ങനെയാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് നോക്കാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് ടോപ്പിക് ആണ്. നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് കേസ് നോക്കാം. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ ഇതില് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് അവിടെ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഒരു ചാർജ് ചേഞ്ച് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അവിടെ ഒരു ഇലക്ട്രിക് ചാർജിന് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അപ്പൊ ഇതേ ഇലക്ട്രിക് ഫീൽഡിന് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ചേഞ്ചിങ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? മാഗ്നറ്റിക് ഫീൽഡിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ നമ്മൾ കുറെ ദിവസം കൊണ്ട് ആ ഒരു ഇക്വേഷൻസിലൊക്കെ നമ്മൾ നോക്കി വരുന്നത്. ഓരോ ഇക്വേഷൻസിലും അവിടെ എന്ത് പറയുന്നുണ്ട്? ആ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നതനുസരിച്ച് അവിടെ നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കറണ്ട് ഫീൽഡ് പ്രൊഡ്യൂസ് വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓരോ കാര്യം എന്ത് ചെയ്തു? പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പഠിച്ച ഒരു ലോ ആയിരുന്നു ഫാരഡേസ് ലോ. ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് ഫാരഡേസ് ലോ. ഓക്കെ, ഫാരഡേസ് ലോ. നമുക്ക് ഫാരഡേസ് ലോ എന്ത് പറഞ്ഞു? ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ ടി മൈനസ് ഡോ ബി ബൈ ഡോ ടി. എന്ത് ചെയ്തു? മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ആംബിയേഴ്സ് ലോ പറഞ്ഞ എന്താണ്? ആംബിയേഴ്സ് ലോ അവിടെ പറഞ്ഞത് ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ബി, ദാറ്റ് ഈസ് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് ഡെൻസിറ്റി ജെ അവിടെ എന്ത് ചെയ്യാണ്? പ്രൊഡ്യൂസ് ചെയ്യുവാണ്. If the electric field is produced by change in magnetic field only if the rho equal to 0. അപ്പോൾ അവിടെ കറണ്ട് ഡെൻസിറ്റി റോ എന്ന് പറയുന്ന ആ ഒരു ടേം, കറണ്ട് ഡെൻസിറ്റി ദാറ്റ് ഈസ് റോ. റോയുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? റോ ഈസ് ഈക്വൽ ടു 0 ആവുന്ന ടൈമിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റോ ഈക്വൽ ടു 0 ആവുന്ന ടൈമിലാണ് നമുക്ക് അവിടെ ആ ഒരു ഗോസസ് ലോ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഡെൽ ഡോട്ട് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇത് ഫോർ ദ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഗോസസ് ലോ ആണ് ഈ എഴുതിയത്. ഓക്കെ, ഗോസസ് ലോ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഇതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിലെ കേസിൽ എന്തുണ്ട്? ഗോസസ് ലോ ഉണ്ടായിരുന്നു. അത് നമ്മൾ പഠിച്ചത് എന്താണ്? ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഒന്ന് ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു 0, മറ്റൊന്ന് എന്താണ്? ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് രണ്ടിലും ഈ റോ എന്ന് വെച്ചാൽ ചാർജ് ഡെൻസിറ്റി ആണ്. ഓക്കെ, ഇത് ജെ എന്ന് പറയുന്ന കറണ്ട് ഡെൻസിറ്റി, ഇതെന്താണ്? ചാർജ് ഡെൻസിറ്റി. ഓക്കെ, റോ ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പോൾ ചാർജ് ഇല്ലെങ്കിൽ എന്തില്ല? ചാർജ് ഡെൻസിറ്റി ഇല്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് ചാർജ് റോ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു 0 കിട്ടും. ഡെൽ ഡോട്ട് ബി എന്ത് കിട്ടും? നമുക്ക് അവിടെ 0 കിട്ടും. ഇതില് നമ്മൾ എന്ത് ചെയ്തു? ഫാരഡേസ് ലോ മൈനസ് ഡോ ബി ബൈ ഡോ ടി കിട്ടി. മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ഡിറ്റർമിൻ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ കാണിക്കുന്നത് എന്താണ്? μ0j ആണ്. അപ്പോൾ രണ്ടും ഏകദേശം ഇക്വലന്റ് ആണ്. ഒന്ന് ഡെൽ ക്രോസ് ഇയും ഒന്ന് ഡെൽ ക്രോസ് പി ആണ്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ്, മറ്റൊന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫാരഡേസ് ലോയും ഈ ഒരു
ആംബിയസ് ലോയുടെ ഡിഫറൻഷ്യൽ ഇന്റഗ്രൽ ഫോം ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എൽ സാറി ഇതൊക്കെ ഡിഫറൻഷ്യൽ ഫോമിലാണ് കിടക്കുന്നത് ഇത് എല്ലാത്തിന്റെയും. ഡിഫറൻഷ്യൽ ഫോം ആണ്. ഇതൊക്കെ ഡിഫറൻഷ്യൽ ഫോം ആണ്. ഈ ഡെൽ ക്രോസ് എന്ന് പറയത്തില്ലേ, ഡെൽ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ക്രോസ് ബി, ഡെൽ ക്രോസ് ഇ എന്നൊക്കെ പറയുന്ന ഡിഫറൻഷ്യൽ ഫോംസ് ആണ്. ഓക്കെ, ഡെൽ ഡോട്ട് ഇ ഇതൊക്കെ ഡിഫറൻഷ്യൽ ഫോം ആണ്. ഇന്റഗ്രൽ ഫോം ആണ് നമ്മൾ ഇന്റഗ്രേഷൻ കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇന്റഗ്രൽ ഇട്ട് എഴുതി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഇന്റഗ്രൽ ഫോം ആണ്. അപ്പോൾ രണ്ടും ഇക്വലന്റ് അല്ല, എന്തെങ്കിലും വേരിയേഷൻ ഉണ്ട്. അത് നമ്മളിപ്പോ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എഴുതുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെൽ ഇന്റഗ്രൽ ഡി ഇ ഡോട്ട് ഡി എൽ അത് മൈനസ് ആ ഡോ ബി ബൈ ഡോ ടി ഡോട്ട് ഡി എന്നൊരു ഇത് വന്നു. അത് ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഇന്റഗ്രൽ ഫോം എന്തായിരുന്നു? ഇക്വലന്റ് ആയിട്ടുള്ള ഇന്റഗ്രൽ ഫോം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ is equal to minus integral dou b by dou t. നമ്മൾ സ്റ്റോക്ക് തിയറം കൊടുത്താണ് എന്ത് ചെയ്യുന്നത്? ഇതിന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് തൊട്ട് മുന്നേ ഇപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ, ഇന്റഗ്രൽ ഫോമിൽ എന്തുണ്ട്? ഇന്റഗ്രൽ ഫോമും ഉണ്ട്, നമുക്ക് ഡിഫറൻഷ്യൽ ഫോമും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് മാക്സ്വെൽസ് ഇക്വേഷൻ പഠിക്കുമ്പോൾ രണ്ട് ഫോം നമുക്കൊരു ആവശ്യം വരും. ഓക്കെ, മാക്സ്വെൽസ് ഇക്വേഷൻ ഇന്റഗ്രൽ ഫോമും ഉണ്ട്, ഡിഫറൻഷ്യൽ ഫോമും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ഇൻഡ്യൂസ്ഡ് ചാർജിന്റെ കേസാണ് എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ്. അപ്പൊ അതിൽ തന്നെ ആംബിയസ് ലോ എന്ന് പറഞ്ഞു. ആംബിയസ് ലോ ഇൻ ടേംസ് ഓഫ് ഇന്റഗ്രൽ ഫോം, ഇന്റഗ്രൽ ഫോമിൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ്. നമ്മളിത് ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് കേസിൽ പഠിച്ച ഇന്റഗ്രൽ ബി ഡോട്ട് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ദ ടോട്ടൽ കറന്റ് ഇൻക്ലോസ്ഡ് ഇൻ ദ സർക്യൂട്ട് മ്യൂ സീറോ ടൈംസ്. ഓക്കെ, അതുപോലെ തന്നെ ഫാരഡേസ് ലോയുടെ ഇന്റഗ്രൽ ഫോം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫാരഡേസ് ലോയുടെ ഇന്റഗ്രൽ ഫോം എന്താണ്? ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ is equal to minus d5 by dt. Okay, d5 by dt. അപ്പോൾ ഈ d5 by dt ആണ് ഞാൻ എന്ത് ചെയ്തത്? വീണ്ടും കൺവേർട്ട് ചെയ്ത് ഡോ ബി ബൈ ഡോ ടി എന്നുള്ള രീതിയിൽ മാറ്റിയിരുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇത് ആംബിയസ് ലോയുടേതും ഇത് ഫാരഡേസ് ലോയുടെയും ഇന്റഗ്രൽ ഫോം ആണ്. അപ്പോൾ ഇത് രണ്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ ഫംഗ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ഫാരഡേസ് ലോ ഈസ് പെർഫോം ബൈ മ്യൂ സീറോ ഐ ഇൻ ദ ആംബിയസ് ലോ. അതായത് ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ പറയുന്നത്. ഈ ഒരു ഡെറിവേഷൻ അല്ല, കമ്പാരിസണിൽ പറയുന്നത്. അതായത് നമ്മുടെ ഫാരഡേസ് ലോയുടെ ഇത് നോക്കുമ്പോൾ, ഫാരഡേസ് ലോ വെച്ച് നോക്കുന്ന സമയത്ത് ഫാരഡേസ് ലോയിൽ മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൈനസ് ഡി ഫ്ലക്സിന്റെ ചേഞ്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അതേ കാര്യം തന്നെ ആംബിയസ് ലോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഐ എൻക്ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐ മ്യൂ സീറോ ടൈംസ് ഐ എൻക്ലോസ് എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യുന്നത്? ആ ഒരു കാര്യം അവിടെ ചെയ്യുന്നത്. ഓക്കെ, അതായത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? പരസ്പരം അങ്ങോട്ടും കണക്ട് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് കറണ്ട് വേരി ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Okay, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അതാണ് ഈ രണ്ട് ലോ. ഈ രണ്ട് ലോസ് നമ്മൾ ഈ നോക്കുന്ന ജസ്റ്റ് ഇക്വേഷൻസ് ആണ്. പക്ഷെ ആ ഇക്വേഷൻസിന്റെ മീനിങ് ആണ് ഈ പറയുന്നത്. എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് ഒന്നില് ഡി ഫൈവ് ബൈ ഡി ടി ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആംബിയസ് ലോയിൽ ഐസ് എൻക്ലോസ് എന്ന് പറയുന്ന വാല്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടേം അവിടെ ചെയ്യിപ്പിക്കുന്നത്. ഇത് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഐഡിയ ക്ലിയർ ആവത്തുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആവും, ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആവും. ആ കാര്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നത് ദ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ടേക്സ് പ്ലേസ് ഓൺലി വെൻ there is a ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടേക്ക് പ്ലേസിന് എന്ത് ചെയ്യണം? അവിടെ നമുക്കൊരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് വേണം. ഓക്കെ, അതിൽ തന്നെ ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ആംബിയസ് ലോയും ബയോട്ട് ലോയും മാഗ്നറ്റോസ്റ്റാറ്റിൽ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ തന്നെ ഫാരഡേസ് ലോ അല്ലെങ്കിൽ ഫാരഡേസ് ലോയിൽ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെ ആംബിയസ് ലോയും ബയോട്ട് ലോയും വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്കിൽ ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് കാൽക്കുലേഷൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ അത് മെത്തേഡ് ഇൻ വിച്ച് മാഗ്നറ്റോസ്റ്റാറ്റിക് ലോസ് ആർ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഫാരഡേസ് ലോ ഈസ് കോൾഡ് കോഷി സ്റ്റാറ്റിക്സ് എന്ന് പറയും. ജസ്റ്റ് അതെന്താണെന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻഡ്യൂസ്ഡ് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് ഇതുവരെ എഴുതിയാൽ മതി. ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ജസ്റ്റ് അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആംബിയസ് ലോയും ബയോട്ട് സവർട്ട് ലോയും. അപ്പൊ ആംബിയസ് സർക്യൂട്ട് ലോയും ബയോട്ട് സവർട്ട് ലോയും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല. അപ്പൊ എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംബിയസ് ലോയും ബയോട്ട് സവർട്ട് ലോയും ഈ ഒരു മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും? അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ആംബിയസ് സർക്യൂട്ട് ലോ ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പൊ അതിന് പറയുന്ന പേര്, ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണെന്ത്? കോഷി സ്റ്റാറ്റിക്സ്. അതൊന്നും അത്രയും ചോദിക്കുന്നുണ്ട് എക്സാമിനേഷന്. അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡും പ്രത്യേകിച്ചും ചോദിക്കില്ല. കാരണം ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത ഇതിൽ മാക്സ്വെൽസ് ഇക്വേഷൻസ് പഠിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇത് ഇത്രയും ഇപ്പൊ നോക്കിയത്, ഈ ഒരു കാര്യം ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് വരെ നോക്കിയിരുന്നത്. ഇനി നമുക്ക് ഒരു മാക്സ്വെൽസ് ഇക്വേഷൻ എന്തെന്ന് നോക്കാം.
അപ്പോൾ ഈ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ്വെൽസ് പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു ഇക്വേഷനും അതിനകത്തില്ല. ഈ ഇരുന്ന ഇക്വേഷൻസ് തന്നെ ആംബിയർ സർക്യൂട്ടിൽ വരും, അതുപോലെ തന്നെ ഈ ഫാരഡേസ് ലോ കുറച്ച് മോഡിഫിക്കേഷൻ ചിലതൊക്കെ അതുപോലെ തന്നെ എന്ത് ചെയ്തു കമ്പൈൻ ചെയ്തെടുത്തു. അതായത് ഈ മാക്സ്വെൽസ് ഇക്വേഷനോടെയാണ് നമുക്ക് എന്ത് ചെയ്തു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് വെച്ചൊരു കാര്യം ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്ത ഒരു വേവ്സ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്തത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് മാക്സ്വെൽസ് കുറച്ച് ഇക്വേഷൻസ് എടുത്തത്. അപ്പോൾ മാക്സ്വെൽസിന് 4 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് 4 ഇക്വേഷൻസിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ഫോംസ് അതിനകത്ത് അവൈലബിൾ ആണ്. അതായത് ഇന്റഗ്രൽ ഫോം ഉണ്ട്, ഡിഫറൻഷ്യൽ ഫോം ഉണ്ട്, പിന്നെ കറക്റ്റഡ് മാക്സ്വെൽസ് ഇക്വേഷൻ ഉണ്ട്. ആംബിയർ സർക്യൂട്ടിൽ അവയെ കറക്റ്റ് ചെയ്തുകൊണ്ട് മാക്സ്വെൽസ് കൊണ്ടുവന്ന കുറച്ച് ലോസ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം മാക്സ്വെൽസ് ഇക്വേഷനിൽ പഠിക്കാറുണ്ട്. ഇതില് മെയിൻലി ഉള്ള മാക്സ്വെൽസ് ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് ഇതെല്ലാം മാക്സ്വെൽസ് MXW എല്ലാം മാക്സ്വെൽസ് ഇക്വേഷൻ. ഓക്കെ, മാക്സ്വെൽസ് ഇക്വേഷൻ. അപ്പൊ ഇതില് 4 ഇക്വേഷൻസ് വരുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ആ ഫസ്റ്റ് പഠിച്ച ഗോസസ് ലോ ആണ്. നമ്മൾ ഗോസസ് ലോ ഇലക്ട്രിക് ഫീൽഡിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് E is equal to rho by epsilon 0. ഇതെന്തായിരുന്നു ഗോസസ് ലോ. ഗോസസ് ലോ. സെക്കൻഡ്ലി വരുന്ന ലോ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെൽ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. ഓക്കെ, പ്രത്യേകിച്ച് പേരില്ല, അത് ഒരു ലോ ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ ലോ ആയിരുന്നു നമ്മുടെ ഫാരഡേസ് ലോ. ദാറ്റ് ഈസ് ഡെൽ ക്രോസ് E is equal to മൈനസ് ഡോ ബി ബൈ ഡോ ടി. അതായത് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഉള്ള ലോ ആണ് അല്ലെങ്കിൽ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. അടുത്ത ഫോർത്ത് ലോ ആണ് ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ എന്ന് പറയുന്നത്. ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0. ഇതായത് നമുക്ക് ആംബിയസ് ലോ ആണ്. ഇതെന്ന് പറയുന്നത് ആംബിയസ് ലോ ആണ്. അപ്പൊ ഇത്രയും 4 ലോസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തേ ഈ 4 ലോസിനെ കമ്പൈൻ ചെയ്താണ് മാക്സ്വെൽസ് ഇക്വേഷൻ ഫോം ചെയ്തത്. അപ്പൊ ഈ 4 ലോസ് എഴുതി കഴിഞ്ഞാൽ അത് മാക്സ്വെൽസ് ഇക്വേഷൻ ആയി കഴിഞ്ഞു. അപ്പൊ എക്സാമിനേഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക 1 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 ലോസ് ഇതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. അത് തന്നെയാണ് 1 മാർക്ക് ക്വസ്റ്റ്യനുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ ആൻസർ. പക്ഷെ ഇനി എസ്എ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ വരുന്നതെന്ന്. അപ്പൊ ഇതില് ഈ ലാസ്റ്റ് കിട്ടിയ മാക്സ്വെൽസ് ഇക്വേഷൻ ഇതിലുണ്ടല്ലോ ഈ ആംബിയസ് ലോ. ഈ ആംബിയസ് ലോ എല്ലാ ടൈമിലും എന്ത് ചെയ്യത്തില്ല കറക്റ്റ് അല്ല. അത് പറയുന്നത് 3 ലോസ് ഫസ്റ്റ് എഴുതിയ ഓർഡർ ഉണ്ട് കേട്ടോ. ഈ 1 2 3 4 എന്ന് ഓർഡർ ഉണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് 3 ലോസ് എന്താണ് കറക്റ്റ് ആണ്. പക്ഷെ ഈ നാലാമത്തെ ലോ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ, അതായത് ആംബിയസ് ലോ മാക്സ്വെൽസ് പറഞ്ഞു വെച്ചാൽ അതെന്തല്ല കറക്റ്റ് അല്ല. കാരണം അവിടെ സ്റ്റഡി കറന്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു കാര്യം കറക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുള്ളൂ. സ്റ്റഡി കറന്റ്. അപ്പോൾ കറണ്ട് വേരിയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് സർക്യൂട്ടിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ രീതിയിൽ നമുക്ക് കപ്പാസിറ്റർ ആണ് വേരിയും കറണ്ട് എന്ന് അല്ലെങ്കിൽ വേരി ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കപ്പാസിറ്റർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല നമുക്ക് സ്റ്റഡി കറണ്ട് വരത്തില്ല. കറണ്ട് ഗ്രോ ചെയ്ത് ഡിക്രീസ് ചെയ്ത് അങ്ങനെ ആ ഒരു വേരിയേഷൻ ചെയ്തുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ടൈമിൽ എന്ത് ചെയ്യത്തില്ല നമുക്കിവിടെ ഈ ആംബിയസ് ലോ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റഡി കറണ്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ആംബിയസ് ലോ വർക്ക് ആവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൽ എന്ത് ചെയ്യേണ്ടി വരും ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരേണ്ടി വരുമെന്ന് മാക്സ്വെൽസ് പറഞ്ഞു. അപ്പൊ ബാക്കി 3 കാര്യങ്ങൾ കറക്റ്റ് ആണ്. ഡെൽ ഡോട്ട് E is equal to rho by epsilon 0, del dot B is equal to 0, del cross E is equal to minus dou B by dou T. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലോ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ആംബിയസ് ലോയെ മാക്സ്വെൽസ് തന്റെ ഇക്വേഷൻ എടുത്ത സമയത്ത് ഇതിനൊന്ന് മോഡിഫിക്കേഷൻ വരുത്തി. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഈ ഇക്വേഷൻ അത്രയും പകുതി പെർഫെക്റ്റ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. സ്റ്റഡി കറണ്ടിന് 100% ഓക്കെ ആണ്. പക്ഷെ നോൺ സ്റ്റഡി ആയിട്ടുള്ള കറണ്ടിന്റെ കേസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിനായിട്ട് മാക്സ്വെൽസ് കൊണ്ടുവന്ന കറക്ഷൻ ആണ് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ. ഇതേപോലെ ഈ ടേംസ് അത്രയും ഓക്കെ. പ്ലസ് എന്ത് ചെയ്യണം നമ്മൾ അവിടെ ആ ഒരു സ്റ്റഡി കറണ്ടിന്റെ കേസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അവിടെ മാറ്റി എഴുതേണ്ടി വരും. മ്യൂ 0 ജെ പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. അപ്പൊ നമ്മളിപ്പോൾ വിക്കിപീഡിയ എന്തെങ്കിലും എടുത്തിട്ട് മാക്സ്വെൽസ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാലും മിക്കവാറും കിടക്കുന്ന ഈ ഒരു ലോ ഇതായി കിടക്കുന്നത്. അതായത് ഈ ഒരു ടേം ഇവിടെ കാണാൻ പറ്റില്ല, മ്യൂ 0 ജെ മാത്രം പറ്റില്ല. കാരണം അതെന്താണ് അത് കറക്റ്റഡ് ഫോം അല്ല. മാക്സ്വെൽസിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പറഞ്ഞത് എന്ത് ചെയ്യണം നാലാമത്തെ ഇക്വേഷൻ ഇത് എക്സാമിനേഷൻ ഇത് എഴുതിയതിനു ശേഷം മാക്സ്വെൽസ് കറക്റ്റഡ് ഇറ്റ് ആസ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അല്ല ജനറൽ കേസിൽ തന്നതിന് ശേഷം ഓപ്ഷൻ വന്നിട്ട് ഏതൊക്കെയാണ് മാക്സ്വെൽസ് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതായിരിക്കും ഇതായിരിക്കും ഇവിടെ കിടക്കുന്നത്. ഇതാണ് കറക്റ്റഡ് വെർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം എന്ത് ചെയ്തു ഈ ഒരു ടേം ഇവിടെ അഡീഷണൽ ആയിട്ട് മാക്സ്വെൽസ് കൊണ്ടുവന്നതാണ്. കാരണം
അവിടെ എന്താണ് ആംബിയസ് ലോയെ മോഡിഫൈ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിന്റെ റീസൺ ആണ് പറഞ്ഞത് എന്താണ്, നമുക്കൊരു സ്റ്റഡി കറണ്ട് കേസിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ലോയുടെ വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ടൈം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അഡീഷണൽ ആയിട്ട് ആ ഒരു കാര്യം കൂടി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 4 ഇക്വേഷൻസേ ഉള്ളൂ, 5 ഇക്വേഷൻസ് ഇല്ല. നമ്മുടെ ടെക്സ്റ്റിൽ 5ാമത്തെ ഒരു ഇക്വേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 5ാമത്തെ ഇക്വേഷൻ കൊടുത്തത്. അല്ലാതെ എന്താണ് 4 ഇക്വേഷൻസേ മാക്സ്വെൽസ് ഇക്വേഷൻ ഉള്ളൂ. ഓക്കെ, that is del dot E is equal to rho by epsilon 0, del dot B is equal to 0, del cross E is equal to minus dou B by dou T, and del cross B is equal to mu 0 J plus mu 0 epsilon 0 dou E by dou T. Okay, ഇത്രയാണ് മാക്സ്വെൽസ്. 2 മാർക്കിന് ചോദിക്കുമ്പോൾ ഈ 4 ഇക്വേഷൻ എഴുതിയാൽ മതിയോ? 2 മാർക്കിന് ചോദിച്ച് ഈ ഇക്വേഷൻ എഴുതിയതിനു ശേഷം ഈ ലോസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഈ ഡെൽ ഡോട്ട് E is equal to rho by epsilon 0 നമ്മൾ അന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ പഠിച്ചതല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് പോയിസൺസ് ഇക്വേഷൻസ് അല്ല, തൊട്ട് മുന്നേ ടോപ്പിക് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ, അത് ഡിഫറൻഷ്യൽ ഫോം അത് തന്നെ, ഗോസസ് ലോയുടെ ഡിഫറൻഷ്യൽ, ഗോസസ് ലോ ശരി, ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു ഡിഫറൻഷ്യൽ ഫോം. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഇതില്ല, ഡെൽ ഡോട്ട് ബി സിക്കൽ ടു 0. ഇത് നമ്മൾ ഈ ഒരു മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ലോയുടെ ഇടയ്ക്ക് ഒരിടത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഡെൽ ഡോട്ട് ബി സിക്കൽ ടു 0 എന്നുള്ള കേസ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാരഡേസ് ലോ ആണ്. ഫാരഡേസ് ലോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, അതോടെ ആ ഒരു കറണ്ട് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാം. തിരിച്ച് ആംബിയസ് ലോ പറയും. ഓക്കെ, ആംബിയസ് ലോ. അപ്പോൾ ആ ലോസ് എല്ലാം എഴുതിയ ശേഷം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 1 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാലും അതുപോലെ എഴുതി വെച്ചാൽ മതി. 2 മാർക്കിന് പ്രത്യേകിച്ച് ഇങ്ങനെ പഠിച്ചു വെക്കണ്ട, ജസ്റ്റ് ഒരു ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ 1 മാർക്ക് കൂടെ കറക്റ്റ് ആയിട്ട് ഇട്ട് തരും. ഓക്കെ, ഇനി പകുതി മാർക്ക് ഇട്ട് പോകുന്നതിന് പകരം എന്ത് ചെയ്യും, 1 മാർക്ക് കറക്റ്റ് തന്നിട്ട് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സ്വെൽസ് ഇക്വേഷൻ എവിടെ ചോദിച്ചാലും ഒരു ബ്രീഫ് ഒരു കാര്യം എഴുതാൻ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാവും. നമ്മൾ കാണാൻ പഠിച്ചു വെച്ചിട്ടും കാര്യമില്ല, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് മാക്സ്വെൽസ് ലോയുടെ കേസിൽ വരുന്നത് 4 ഇക്വേഷൻസ്. ഇനി നമുക്ക് മാക്സ്വെൽസ് മോഡിഫിക്കേഷൻ ടു ആംബിയസ് ലോ ഉണ്ട്. അതായത് എങ്ങനെയാണ് ആ ഒരു കറണ്ട് ഡെൻസിറ്റിയുടെ ടേംസിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു എന്നുള്ള കേസ്, ആ കറക്ഷൻ ടേം എങ്ങനെയാണ് അവിടെ ആഡ് ചെയ്യുന്നുള്ള കേസ് നമുക്ക് അവിടെ നോക്കേണ്ടി വരും. ഓക്കെ, ആ കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഫോം കൂടി ഒന്ന് എടുത്തതിന് ശേഷം അതിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കട്ടെ, അത് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടോ എന്ന കേസ് അതെടുക്കാം. മാക്സ്വെൽസ് ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ പഠിച്ച ഡിഫറൻഷ്യൽ ഫോം ആണ്. ഇനി മാക്സ്വെൽസ് ഇക്വേഷൻ ഇന്റഗ്രൽ ഫോമിൽ നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിക്കാം. ഇപ്പോൾ പഠിച്ചത് മാക്സ്വെൽസ് ഇൻ ഡിഫറൻഷ്യൽ ഫോം. ഡിഫറൻഷ്യൽ ഫോമിൽ വന്ന് എന്താണ്, ഡെൽ ഡോട്ട് E is equal to rho by epsilon 0 ഗോസസ് ലോ. സെക്കൻഡ്ലി വരുന്നത് ഡെൽ ഡോട്ട് B is equal to 0 no name, and del cross E is equal to minus dou B by dou T. നെക്സ്റ്റ് എന്ത് വരുന്നുണ്ട്, നെക്സ്റ്റ് ലാസ്റ്റ് ആണ് കറക്റ്റഡ് ഫോം എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ബി സി ഡെൽ ക്രോസ് ബി is equal to mu 0 J plus mu 0 epsilon 0 dou E by dou T. That is the corrected form for the ambient circuit law. Okay, ambient circuit law with the Maxwell's correction. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പോൾ പഠിച്ചത്. ഇത് ഡിഫറൻഷ്യൽ ഫോം ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഇന്റഗ്രൽ ഫോം ആണ്. അപ്പോൾ ഇന്റഗ്രൽ ഫോം നോക്കാം. ഇന്റഗ്രൽ ഫോം ഡിഫറൻഷ്യൽ ഫോം ആണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ എന്ത് ഇന്റഗ്രൽ നമ്മൾ സ്റ്റോക്സ് തിയറം കൊടുത്തായിരിക്കും ഇങ്ങോട്ട് മാറ്റുന്നത്. നമ്മൾ മാറ്റുന്നതെന്ന് പഠിക്കേണ്ട, ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. എന്തൊക്കെയാണ് ഡെൽ ഡോട്ട് ഇന്റഗ്രൽ E ഡോട്ട് ഡി is equal to Q by epsilon 0. Q by epsilon 0. ഇവിടെ rho by epsilon 0 ആണ്. ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ Q by epsilon ഇട്ട് മാറും. ദാറ്റ് ഈസ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്കിലെ ഗോസസ് ലോ. ഇനി സെക്കൻഡ്ലി വന്ന ഡെൽ ഡോട്ട് B is equal to 0 ആണ്. ഡെൽ ഡോട്ട് ബി ഇവിടെ മാറ്റുമ്പോൾ എന്തോ ഇന്റഗ്രൽ B ഡോട്ട് ഡി ആയിട്ട് മാറും. ഇന്റഗ്രൽ B ഡോട്ട് ഡി which is equal to 0. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടിയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ തന്നെ മാഗ്നറ്റിക് മോണോപോൾസ് എന്ത് ചെയ്യത്തില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മാഗ്നറ്റിക് മോണോപോൾസിന്റെ കേസ് ഞാൻ പറഞ്ഞില്ല, എന്നാൽ നമുക്ക് നോർത്ത് പോൾസ് സൗത്ത് പോൾ മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല. എവിടെ വെച്ച് കട്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ വീണ്ടും എന്ത് ചെയ്യും, സൗത്ത് പോൾ ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ആണ് ഇന്റഗ്രൽ B ഡോട്ട് ഡി is equal to 0 എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, മൂന്നാമത്തെ ലോ എന്താണ്, ഡെൽ ക്രോസ് B is equal to minus dou B by dou T. നമ്മുടെ ഫാരഡേസ് ലോ ആയിരുന്നു. അപ്പോൾ ഫാരഡേസ് ലോ ഇന്റഗ്രൽ ഫോം ഇപ്പോൾ നോക്കിയതേ ഉള്ളൂ. ഇന്റഗ്രൽ E ഡോട്ട് dl is equal to d phi by dt.
Faraday's law. Okay, rate of change of magnetic flux. Rate of change of magnetic flux എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ ലാസ്റ്റത്തെ ഈ കറക്ഷൻ ടേമിൽ വരുന്ന ഇന്റഗ്രൽ d dot dl is equal to എന്ത് കിട്ടും? mu 0 into 1 plus epsilon 0 d5 by dt. d5 by dt. ഇതെന്താണ്? കറക്റ്റഡ് ഫോമിലുള്ള ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. അപ്പോൾ ഇതാണ് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത്. ഇന്റഗ്രൽ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക, ഡിഫറൻഷ്യൽ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക. ഇവിടെ ഇത്രയും ടേംസ് പറഞ്ഞല്ലോ. ഇത് ലാസ്റ്റത്തെ ടേമിൽ ആംബിയസ് മാക്സ്വെൽസ് ലോ ആണ്. ഇതിൽ d5 by dt കാണിക്കുന്നത് എന്തായിരിക്കും? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇവിടെ ഇ എന്ന് കൊടുക്കണേ കേട്ടോ, സഫിക്സിൽ ഇ കൊടുക്കുക. ഇവിടെ ആണെങ്കിൽ ബി എന്ന് കൊടുത്ത് ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഓക്കെ, അതായത് ഇത് ഡെൽ ക്രോസ് ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എന്താണ്? അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ കേസ് ആംബിയസ് ലോ ആണ്. ഓക്കെ, ആംബിയസ് ലോ. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമുക്ക് എന്താ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസാണ് ആംബിയസ് ലോ പറയുന്നത്. കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കണമെന്നുണ്ട്. ഓക്കെ, അതാണ് 1 പ്ലസ് എപ്സിലോൺ 0 d5 e by dt എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് ടേമിൽ നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. Faraday's law stated that changing magnetic flux produces electric field. Maxwell's law stated that changing electric flux produces magnetic field. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി സിഗ്നിഫിക്കൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാക്സ്വെൽസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഈ രണ്ട് ലോസ് ഇത് എന്ത് ചെയ്യാം? ഇവിടെ ഈ ഡിഫറൻഷ്യൽ ഫോമിൽ ഇത് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ്, ഫോർത്ത്, ഈ 4 ഇക്വേഷൻസ് ഒന്ന് കമ്പയർ നോക്കാം. ഇത് കമ്പയർ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻസും ഫസ്റ്റ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷൻസ് എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും, ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇത് ഫോർത്ത് ഇക്വേഷൻ. അപ്പൊ ഇത് രണ്ട് കറണ്ട് ഡെൻസിറ്റി അല്ലെങ്കിൽ കറണ്ട് ടേംസ് ആണ് പറയുന്നത്. ഇവിടെ ഇന്റഗ്രലിന്റെ ടേം നോക്കണ്ട, ഇതിനകത്ത് വരുന്ന ടേം നോക്കുക. ഇവിടെ രണ്ടും എന്താണ്? ഇത് കറണ്ട് ടേംസ് ആണ്, അല്ലെങ്കിൽ കറണ്ടിന്റെ ഇക്വേഷൻ ആണ്. ഇതൊരു കറണ്ടിന്റെ ഇക്വേഷൻ, ഇതും എന്താണ്? ഇതും കറണ്ടിന്റെ ഇക്വേഷൻ. ഫസ്റ്റ് ഇതും അതുപോലെ തന്നെ ഫോർത്ത് വൺ, ഇത് രണ്ടും കറണ്ട് ആണ്. ഇനി ഈ സെക്കൻഡും തേർഡും ഇതും നോക്കുക. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസാണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ മാഗ്നറ്റിസം പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇക്വേഷൻസ് ആണ്, അല്ലെങ്കിൽ EM വേവ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാക്സ്വെൽസ് ഇക്വേഷൻ ആണ് ഇക്വേഷൻ which is used for the study of electromagnetic waves, അല്ലെങ്കിൽ which are used to represent the electromagnetic waves. Okay, EM waves നെ represent ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 4 ഇക്വേഷൻസ് ആണ് മാക്സ്വെൽസ് ഇക്വേഷൻ. അതിൽ ഫസ്റ്റ് ഇക്വേഷനും ഈ ഫസ്റ്റ് ഇക്വേഷൻ ചുമ്മാ എഴുതി വെക്കില്ല. ആദ്യ ഇക്വേഷൻ എഴുതിയതിനു ശേഷം 1 2 3 4 സീരിയൽ നമ്പർ ഇട്ടതിന് ശേഷമാണ് ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ ഒക്കെ പറഞ്ഞ് എഴുതാൻ വേണ്ടി. അല്ലെങ്കിൽ ഓരോ ഇക്വേഷൻസ് എഴുതിയിട്ട് എന്ത് ചെയ്യുക പറയുക. കാരണം ഇപ്പോൾ പേപ്പർ വാല്യൂഷൻ നടക്കുന്ന സമയത്ത് അവർ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ് അവർ ഓർത്തിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചുമ്മാ എഴുതി വെക്കാതെ എന്ത് ചെയ്യുക, ആ നമ്പറിങ് കൊടുത്തതിന് ശേഷം താഴെ മാത്രം ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് ഫോർത്ത് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് പോയെന്ന് വിചാരിക്കും. ഓക്കെ, ഇക്വേഷൻ എഴുതാതെ എഴുതി കഴിഞ്ഞു. ഫസ്റ്റ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷൻ നമുക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് പറയുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷൻ എന്താ പറയുന്നത്? അത് നമ്മുടെ മാഗ്നറ്റിസത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇതില് പിന്നെ ഈ ഇക്വേഷൻസ് നമുക്ക് ഡിപ്പെൻഡന്റ് ഇക്വേഷൻസ് ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഈ സെക്കൻഡ് ഇക്വേഷൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ ഇന്ന് വേണമെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് സ്റ്റോക്സ് തിയറം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രൽ ഡി എ ബി ഡോട്ട് ഡി എൽ ഇതിന് എന്ത് ചെയ്യാം? സ്റ്റോക്സ് തിയറം കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ചില കണ്ടീഷൻസ് സെർട്ടൻ കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഓക്കെ, കൺവേർഷൻ. അപ്പോൾ കൺവേർഷൻ പഠിക്കാനില്ല, ജസ്റ്റ് അറിഞ്ഞാൽ മതി. കൺവേർഷൻ ചെയ്യാൻ പറ്റും എന്ന കേസ് അറിഞ്ഞിരിക്കാം. ഓക്കെ, കൺവേർഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ്. 4ഉം 2ഉം ഡിപ്പെൻഡന്റ് ആണ്, 1ഉം 3ഉം എന്താണ്? ഡിപ്പെൻഡന്റ് ആണ്. ഇനി ഇത് നോക്കുക, ഇവിടെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഡി എയുടെ ഫംഗ്ഷൻ ആണ്. കമ്പയറിംഗ് ഇക്വേഷൻ 1 and 2, ഇക്വേഷൻ 1ഉം 2 നോക്കുമ്പോൾ ഇത് രണ്ടും ഡി എയുടെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിന്റെ LHS എല്ലാത്തിലും എന്താണ്? LHSൽ 1ന്റെയും 2ന്റെയും LHS ഈക്വൽ ആണ്. കണ്ടോ, LHS ഡി എയുടെ ഫംഗ്ഷൻ ആണ് കിടക്കുന്നത്. പക്ഷെ RHS എന്തല്ല? ഈക്വൽ അല്ല. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ല. LHS എന്താണ്? ഈക്വൽ ആണ്, പക്ഷെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ല. അപ്പോൾ ഈ 3ഉം 4ഉം തേർഡ് ഇക്വേഷൻ ഫോർത്ത് ഇക്വേഷൻ നോക്കുക. ഇവിടെയും ലെഫ്റ്റ് സൈഡ് എന്താണ്? അത് ഈക്വലന്റ് ആണ്. കാരണം ഇ ഡോട്ട് ഡി എൽ ബി ഡോട്ട് ഡി എൽ അത് സെയിം ആണ്. പക്ഷെ ഇവിടെ എന്തല്ല? ഇവിടെ സെയിം അല്ല. അപ്പൊ ഇത് പറയുന്നത് ഈ ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫിനോമിനയും മാഗ്നറ്റിക് ഫിനോമിനയും അത് നമുക്ക് ഏകദേശം
സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്, പക്ഷെ അതൊരു അസിമെട്രി ആണ് കാണിക്കുന്നത്. സിമിലാരിറ്റി കാണിക്കുന്നത് വെച്ചാൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, ഒന്ന് വേരി ചെയ്യുമ്പോൾ മറ്റൊന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും അവിടെ സിമെട്രിക് ആണ് വരേണ്ടത്, പക്ഷെ ഒരു അസിമെട്രി ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ അൺസിമെട്രി ജനറേറ്റ് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് മോണോപോൾസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അസിമെട്രി കാണിക്കുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക് മോണോപോൾസ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇലക്ട്രിക് മോണോപോൾസ് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ക്യൂ ചാർജിനെയും പ്ലസ് ക്യൂ ചാർജിനെയും മൈനസ് ക്യൂ ചാർജിനെയും സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലസ് ക്യൂ ചാർജ് മാത്രമായിട്ട് നിർത്താൻ പറ്റും, മൈനസ് ക്യൂ ചാർജ് മാത്രമായിട്ട് നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ രണ്ടിനും ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിമെട്രി കിട്ടത്തുള്ളൂ. അതായത് ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ മോണോപോൾസ് ഉണ്ട്, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിൽ എന്തില്ല, മാഗ്നറ്റിക് ഫീൽഡിൽ മോണോപോൾസ് ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഒരു അസിമെട്രി പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ആ ഒരു അസിമെട്രി ആണ് ഇക്വേഷനിൽ കാണിക്കുന്നത്. അപ്പോൾ LHS എല്ലാം സെയിം ആയിരിക്കും, പക്ഷെ RHS എന്തായിരിക്കത്തില്ല, സെയിം ആവത്തില്ല. അപ്പൊ അത് സെയിം ആവാത്ത റീസൺ മീൻസ് എന്താണ്, അവിടെ ഈ മാഗ്നറ്റിക് മോണോപോൾസ് ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്താ, വൈസ് വേഴ്സ ഉള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. രണ്ട് ഇക്വേഷൻസ് ഏകദേശം സിമിലാരിറ്റി എന്ത് ചെയ്യുമായിരുന്നു, കാണിക്കുമായിരുന്നു. ഓക്കെ, ഇതില് ഇതാണ് ആ ഒരു മോണോപോൾസുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്പാരിസൺ. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു, രണ്ട് ഇക്വേഷൻസ്, ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസും, സെക്കൻഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും, സോറി, ഫസ്റ്റ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ കേസും, സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും എന്താണ്, അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസാണ് പറയുന്നത്. അതാണ് പിന്നെ പറഞ്ഞ മോണോപോൾസിന്റെ കാര്യം. ഇനി അടുത്ത് ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് വെച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് ദ ഇക്വേഷൻ tells that total electric flux enclosed by a closed surface is electrical is equal to the total times the charge enclosed by the surface. Okay, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആ ഒരു സർഫസ് ഏരിയയിൽ, ആ ടോട്ടൽ ഏരിയയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ടോട്ടൽ അവിടെ ഉള്ള ചാർജ് എത്രയുണ്ടോ അത് എൻക്ലോസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ ആ ടെക്സ്റ്റിൽ ഇങ്ങനെ പേജ് നമ്പർ 4.22, അപ്പൊ അത്രയും കാര്യങ്ങൾ ഒന്ന് കറക്റ്റ് ആയിട്ട് കാണാൻ പഠിച്ചിരിക്കുക, കാരണം അതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻസ് കൂടി ഒക്കെ എഴുതി വെക്കാം. ഓക്കെ, മാർക്ക് കിട്ടാനായിട്ട് സിഗ്നിഫിക്കൻസ് കൂടി എഴുതുക. അതിൽ സെക്കൻഡ് പോയിന്റ് പറയുന്നത്, സെക്കൻഡ് ഇക്വേഷൻ സിഗ്നിഫൈസ് ദാറ്റ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്തിൻ എ ക്ലോസ്ഡ് സർഫസ് ഈസ് സീറോ. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ക്ലോസ്ഡ് സർഫസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് സീറോ ആണ്, മാഗ്നറ്റിക് മോണോപോൾസ് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, എക്സിസ്റ്റ് ചെയ്യാത്തത്. Third equation signifies that the line enclosed the electrical intensity around a closed path is equal to the negative rate of change of magnetic flux linked within the path. Okay, അതായത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇതിൽ ഒരു മൈനസ് ഉണ്ട്. തേർഡ് ഇക്വേഷൻ പറയുന്നത് നമ്മുടെ അവിടെ ഇലക്ട്രിക് ഇന്റൻസിറ്റി, അല്ലെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫോർത്ത് ഇക്വേഷൻ പറയുന്നത് the line integral of the magnetic field around a closed path is equal to the conduction current plus the displacement current. അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഒന്ന് അവിടുത്തെ കണ്ടക്ഷൻ കറണ്ട് കാരണവും മറ്റൊന്ന് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കാരണമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന ഒരു കറണ്ട് കാര്യം കണ്ടക്ടർ. ഇത് ആംബിയർസ് ലോ ഇല്ല. അപ്പൊ ആംബിയർ ലോ എന്ന് വെച്ചാൽ ആംബിയർ കറണ്ട് യൂണിറ്റ് ആണെന്ന് ചിന്തിക്കുക, അവിടെ ആംബിയർ ലോ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കാരണം ആംബിയർ എപ്പോഴും കറണ്ട് കാര്യമാണ് പറയുന്നത്, അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, അവിടെ കറണ്ട്, ഇത് കറണ്ടും മറ്റൊന്ന് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും. ഓക്കെ, ഇത് ജെയുടെ ടേംസിലാണ് വരുന്നത്, നമ്മൾ d5/dt ടേംസ് മാറ്റി എഴുതിയിരിക്കുന്നതാണ്. ഇവിടെ വരുമ്പോൾ ഫാരഡേസ് ലോ ആണ്. ഫാരഡേസ് ലോ മൈക്കിൾ ഫാരഡെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാര്യം കണ്ടുപിടിച്ചു, ഫാരഡേ ലോ. ഇത് സാധാരണ Q എന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡ് ഫസ്റ്റ് ചാപ്റ്റർ ഓർമ്മിച്ചാൽ മതി. ഫസ്റ്റ് ചാപ്റ്ററിന്റെ കേസ് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക്. ഓക്കെ, ആ ഒരു കേസിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇത് സെക്കൻഡ് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് കേസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, മാക്സ്വെൽസ് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. ഇനി ഇത് നമുക്ക് നോക്കേണ്ടത്, ടെക്സ്റ്റിൽ വീണ്ടും മാക്സ്വെൽസ് ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറഞ്ഞ് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതേ കാര്യം തന്നെ, ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. ആ ഒരു 4.23 എന്ന പേജിലൊക്കെ അതൊക്കെ ഒന്നുകൂടി എടുത്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ മാറ്റർ, അതുപോലെ തന്നെ ആംബിയസ് കറക്ഷൻ ഫോം, ആംബിയസ് സർക്യൂട്ട്സ് ലോയിലെ കറക്ഷൻ ഫോം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയും.